അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന പോലെ പൃഥ്വിരാജ് സുകുമാരൻ, അവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു സമയത്താണ് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ക്രിപ്റ്റോ എല്ലാം ഫ്രോഡാണോ? 2010 ഇപ്പം ഒരു 1,00,000 രൂപയൊക്കെ ബിറ്റ് കോയിനിൽ ഇട്ടിരുന്നെങ്കിൽ ഇപ്പം എത്ര രൂപയായി കാണുമായിരിക്കും? ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഇൻ ക്രിപ്റ്റോ. ഈ ലോട്ടറി അടിച്ചതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ടെക്നോളജി ഒന്നും അത്ര നന്നായിട്ട് അറിയാത്ത 60 വയസ്സുള്ള എൻ്റെ ഒരു അങ്കിളിൻ്റെ പ്രായമുള്ള ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് 5% ഇടുന്ന ഒരാൾക്ക് തന്നെ ഭയങ്കര കൺസേൺ ആയിരിക്കും എൻ്റെ ആ 5% പോകുമോ എന്നുള്ളത്. അപ്പം ഫുൾ ലൈഫും ഇതിൽ ഇത്ര ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ക്രിപ്റ്റോയുടെ ഭാവിയെ കാണുന്നത്? ഏത് ക്രിപ്റ്റോ വാങ്ങണം, അല്ലെങ്കിൽ എവിടെ വാങ്ങണം, ഇത് എവിടെ സ്റ്റോർ ചെയ്യണം, അല്ല എലക്ഷൻ ഒക്കെ ബ്ലോക്ക് ചെയിനിൽ നടത്തണം? എന്തുകൊണ്ട് ബിറ്റ്സേവ് ഒരു സ്കാം അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. നമ്മളിനി കാണാൻ പോകുന്നത് സക്സസ്ഫുൾ ആയിട്ടൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ സാക്കിലുമായിട്ടുള്ള എൻ്റെ കോൺവെർസേഷനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സാക്കിലിൻ്റെ ഈ സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാക്കിലിനോട് തന്നെ ചോദിക്കാം. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും കുറേ വർഷങ്ങളായിട്ട് ക്രിപ്റ്റോ റിലേറ്റഡായി വർക്ക് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിപ്റ്റോയെ പറ്റിയും ഫിനാൻസിനെ പറ്റിയും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളും കൂടെയാണ് സാക്കിൽ. അങ്ങനെ സാക്കിലിൻ്റെ കമ്പനിയെ കൊണ്ടും സാക്കിലിൻ്റെ നോളജ് കൊണ്ടും എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവാം എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാക്കിലിനോട് ചോദിക്കാം, എന്താണ് വെൽത്തി ആവുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? ഐ തിങ്ക് വെൽത്തി ആവുന്നത് ഒരു ഗോളായിട്ട് വെക്കാതെ ഇരുന്നാൽ മതി. ബട്ട് ഐ തിങ്ക് കാശിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കാശ് തന്നെ വേണമല്ലോ. ചെറുപ്പത്തിൽ എനിക്കൊരു കാര്യം തോന്നിയിരുന്നത്, നമ്മൾ കുട്ടിക്കാലത്ത് കാശുള്ളവരല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെൽത്തി ആയുള്ള ഒരു നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഐ തിങ്ക് ഓവർ ടൈം ഐ റിയലൈസ് അവർ അത്രയും റിസ്ക്കും ഹാർഡ് വർക്കും ചെയ്തിട്ടാണല്ലോ ആരാണെങ്കിലും ബാക്കിയുള്ളവർ ചെയ്യാത്ത എന്തോ ഒന്ന് ഡിഡ്. സോ അത് വളരെ നല്ല കാര്യം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഗോളായിട്ട് വെക്കുമ്പോഴാണ് നമ്മൾ, ഐ ഡോണ്ട് തിങ്ക് അത് എത്തിപ്പെടുന്നു തോന്നുന്നില്ല. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു മില്യണയർ ആവുക, അപ്പോൾ 1 മില്യൺ കിട്ടുന്ന ദിവസം എന്നാൽ പിന്നെ അടുത്ത മില്യൺ അല്ലേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്. സോ അതങ്ങനെ നിൽക്കാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് പകരം അതൊരു പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആവാം. അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ഡോണ്ട് മേക്ക് ഇറ്റ് യുവർ എൻഡ് ഗോൾ. നമ്മുടെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം സാക്കിൽ ഒരു 2 മിനിറ്റ്സിന്റെ ലൈഫ് സ്റ്റോറി നമ്മുടെ അടുത്തൊന്ന് പറയാം, അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതെ, ഞാൻ സ്കൂള് കഴിഞ്ഞിട്ട് നേരെ CA ചെയ്തു തുടങ്ങി. കോളേജിൽ പോണ്ടേ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം കൂടി വന്നു. പിന്നെ നേരെ CA സ്റ്റാർട്ട് ചെയ്തു. ഏത് വർഷം? ഇത് 2012. അങ്ങനെ CA CPT ഇന്റർ ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്താണ് 2014 ആദ്യമായിട്ട് ക്രിപ്റ്റോനെ പറ്റിയും ബിറ്റ്കോയിനെ പറ്റിയൊക്കെ വായിക്കുന്നത്. അപ്പോൾ ആസ് എ ഫൈനാൻസ് സ്റ്റുഡൻറ് ആ ഒരു കോൺസെപ്റ്റ് തന്നെ വാസ് സോർട്ട് ഓഫ് ഫാസിനേറ്റിംഗ് ടു മീ. അപ്പോൾ അന്നേ ചെറുതായിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. 2017 ഞാനിങ്ങനെ CA ഫൈനലിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ബുൾ മാർക്കറ്റ്, ക്രിപ്റ്റോ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഐ ഹാഡ് ടു മേക്ക് എ ചോയ്സ്, ഇത് ചെയ്യണോ അത് ചെയ്യണോ. അപ്പോൾ ഞാനും 2 ഫ്രണ്ട്സും കൂടി നമ്മളൊരു ബ്രോക്കറേജ്, ഒരു ആൾക്കാർക്ക് ഇങ്ങനെ ക്രിപ്റ്റോ വാങ്ങാനും വിൽക്കാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കറേജ് ഫേം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്ലോലി നമ്മളത് എക്സ്ചേഞ്ചസിന് ലിക്വിഡിറ്റി പ്രൊവൈഡിങ്. ഇപ്പോൾ പുതിയൊരു എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഒരാൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വേറൊരാളെ വിറ്റാലല്ലേ അവിടെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് ലിക്വിഡിറ്റി പ്രൊവൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് എക്സ്ചേഞ്ച് ആയിരുന്നു കോയിനെക്സ് അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഇല്ല കറന്റ്ലി. അപ്പോൾ അവരെ നമ്മൾ അവരുടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആയിരുന്നു. അതുകൂടാതെ പല കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവഞ്ച്വലി ഞാനും എൻ്റെ ബിറ്റ്സേവിലുള്ള കോ ഫൗണ്ടർ ആസിഫ് കട്ടകത്ത്, ഞങ്ങൾ 2 പേരും കൂടി ജോയിൻ ചെയ്തു ടീമിൽ ഫുൾ ടൈം. വി വർ വർക്കിംഗ് വിത്ത് ദം. 2019 RBIയുടെ കുറച്ച് ഇഷ്യൂസ് കാരണം വി ഹാഡ് ടു ക്ലോസ് ഡൗൺ ദ ബിസിനസ്. പിന്നെ അതിനുശേഷം വി വർ ജസ്റ്റ് മേജർലി ഡൂയിങ് like trading, like ഒരു ഫുൾ ടൈം ട്രേഡേഴ്സ് എന്നുള്ള നിലയിലായിരുന്നു. ലൈക്ക് I am a CMT level 2 സർട്ടിഫൈഡ് ട്രേഡർ. അതുകൂടാതെ തന്നെ പല ട്രേഡിംഗ് കോമ്പറ്റീഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ബൈനാൻസ് എന്ന് പറഞ്ഞ വലിയൊരു എക്സ്ചേഞ്ച് ഇന്ത്യയിൽ P2P സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദേ ഹാഡ് എ പ്രോഗ്രാം ലൈക്ക് പൈനിയർ പ്രോഗ്രാം. അതിൽ വിന്നറായിരുന്നു ഫോർ ഡൂയിങ് ദ ലാർജസ്റ്റ് വോള്യൂം ആ ഒരു കോമ്പറ്റീഷൻ സമയത്ത്. അപ്പോൾ
അപ്പോൾ 2017 മുതൽ ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ക്രിപ്റ്റോയിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു മേഖല അറിയാവുന്നത് കൊണ്ടും അതിലൊരു പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് അറിയാവുന്നത് കൊണ്ടാണ് ഫൈനലി നൗ വി ആർ ബിൽഡിംഗ് ബിറ്റ്സേവ്. ഫൈനലി ബിറ്റ്സേവിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് സാക്കിലിന്റെ സ്റ്റാർട്ടപ്പ്, എന്താണ് ഈ ബിറ്റ്സേവ് എന്നുള്ള പേര് ഞാൻ ഇപ്പൊ പറഞ്ഞു, അപ്പൊ അത് എന്താണ്? അല്ല, ബിറ്റ്സേവ് ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നാള് ഇതിനെപ്പറ്റി ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ, പിന്നെ ഇതിൽ ഒരുപാട് പേരും ഇല്ലല്ലോ. ലൈക്ക് ഇപ്പോൾ നമ്മുടെ സർക്കിളിൽ തന്നെ ഒരാൾക്ക് ക്രിപ്റ്റോനെ പറ്റി അറിയണം, ക്രിപ്റ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളിലെ ആരെങ്കിലും ഒരാളായിരിക്കും ആദ്യമായിട്ട് അവർ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഒരു പ്രോബ്ലം ഭയങ്കര എവിഡന്റ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏത് ക്രിപ്റ്റോ വാങ്ങണം, അല്ലെങ്കിൽ എവിടെ വാങ്ങണം, ഇത് എവിടെ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എപ്പോഴും കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ആൾക്കാരിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരികയും അപ്പൊ അതിൽ നിന്നാണ് ബിറ്റ്സേവ് ഡെവലപ്പ് ആവുന്നത്. സോ ബേസിക്കലി ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിറ്റ്സേവ് ഇസ് എ ക്രിപ്റ്റോ മ്യൂച്വൽ ഫണ്ട് ആപ്പ്. ഇപ്പൊ നമ്മളൊരു ഗ്രോ പോലെയോ അല്ലെങ്കിൽ ഒരു ET മണി പോലെയോ ഒക്കെ, അപ്പൊ അതിൽ കൂടുതൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണല്ലോ, ലൈക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ഫണ്ട്സ് ആണല്ലോ. നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സോ ബേസിക്കലി അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ജസ്റ്റ് കം ഓൺ ബിറ്റ്സേവ്, നിങ്ങൾക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എൻ്റർ ചെയ്യുക, അത് ഡെപ്പോസിറ്റ് ചെയ്യാം. എവറിത്തിങ് എൽസ് അതിനുശേഷം ലൈക്ക് അത് ഏതൊക്കെ ക്രിപ്റ്റോയിൽ എങ്ങനെയൊക്കെ അലൊക്കേറ്റ് ആവണം, അതിൻ്റെ റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ്, അതിൻ്റെ സ്റ്റോറേജ്, അതെല്ലാം നമ്മൾ വി ടേക്ക് കെയർ ഓഫ് ഇറ്റ്. സോ ആ ഒരു ക്രിപ്റ്റോന്റെ ഒരു കോംപ്ലക്സിറ്റി ഫുള്ള് യു ഡോണ്ട് റിയലി ഹാവ് ടു വറി ബിറ്റ്സേവ് ഉണ്ടെങ്കിൽ. ഏത് വർഷമാണ് ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത്? കഴിഞ്ഞ വർഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു 2020-2021 മുതൽ അതിൻ്റെ റിസർച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ 2 വർഷമായിട്ട്, അല്ലെങ്കിൽ നമ്മളും പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ ഒരു 2 years ഓഫ് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. നമുക്കത് മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബെയർ മാർക്കറ്റിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ദാറ്റ് നമുക്ക് വലിയ പ്രഷർ ഇല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ദെൻ സോ ദാറ്റ് ബുൾ മാർക്കറ്റ് വരുമ്പോഴേക്കും വി ആർ റെഡി വിത്ത് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, റൈറ്റ്? സോ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇയർ എൻഡിലാണ് ലൈക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈക്ക് പ്രോപ്പർ ആപ്പിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി ഹെഡ് ക്വാർട്ടേർഡ് ഇൻ സിംഗപ്പൂർ ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോഡക്റ്റ്. നമ്മൾ ഇന്ത്യ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ, ബിക്കോസ് ഇറ്റ്സ് എ പ്രോബ്ലം ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ആൻഡ് ദെൻ ഒരു സോളിഡ് പ്ലെയർ ഈ ഒരു മേഖലയിൽ എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസിലൊന്നും ഇല്ല. സോ വി ഫെൽറ്റ് ഇറ്റ്സ് എ ഓപ്പർച്യൂണിറ്റി ഫോർ അസ്. സോ നമ്മൾ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് കറന്റ്ലി. അതിപ്പോൾ ക്രിപ്റ്റോ ആയിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം വളരെ സാധാരണ ഒരാളുടെ രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ക്രിപ്റ്റോ? എനിക്ക് തോന്നുന്നു എന്താണ് ക്രിപ്റ്റോ എന്ന് പറയുന്ന അതിനോട് കൂടി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ് ബ്ലോക്ക് ചെയിൻ. ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള 2 ടെക്നോളജീസ് ആയതുകൊണ്ട് എനിക്കിത് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവർ എസ്പെഷ്യലി ഇപ്പൊ നാട്ടിലേക്ക് കാശ് അയക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് കാശ് അയക്കുമ്പോൾ ഇതൊരു ടൈംലി പ്രോസസ്സാണ്. ലൈക്ക് ഇതിപ്പോ നമ്മളിവിടെ ഒരു ബാങ്കിൽ പോകുന്നു, ആ ബാങ്കിനോട് പറയുന്നു ഇവിടെ നിന്ന് ഇന്ന ബാങ്കിക്ക് ഇത്ര ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, അതിന് വേറെ വേറെ കറൻസീസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കറസ്പോണ്ടിങ് ബാങ്ക്സ് എന്ന് വേറൊരു ഇതുണ്ടാവും, ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേറൊരു ബാങ്ക് ഉണ്ടാവും. അപ്പൊ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ഡേറ്റാബേസിലാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് ചെക്ക് ചെയ്താലേ ഇത് ഫൈനൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഗ്ലോബൽ ട്രാൻസാക്ഷൻസ് മിക്കവാറും കോസ്റ്റ്ലി ആയിരിക്കും, എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു സമയവും ഭയങ്കര കൂടുതലായിരിക്കും. അവരുടെ സൗകര്യത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതെ. അപ്പോഴാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേപാലോ വെൻമോ ഇങ്ങനത്തെ ഉള്ള പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിലെല്ലാം ഇൻസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞാൻ പേപാൽ ഡൗൺലോഡ് ചെയ്ത് ഇപ്പൊ അഫി പേപാൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സെറ്റപ്പിലുള്ള ഒരു മൾട്ടിപ്പിൾ ഡേറ്റാബേസ് ഇവിടെ ഇല്ല. ഇപ്പൊ പേപാലിന് ഒരു സിംഗിൾ ഡേറ്റാബേസ് ആണ്, അല്ലെങ്കിൽ വെൻമോക്ക് ഒരു സിംഗിൾ ഡേറ്റാബേസ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ സെയിം സിംഗിൾ ഡേറ്റാബേസ് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഉള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ ഒരു പേപ്പാലോ വെൻമോ ഇല്ല, ഒരു സെൻട്രലായിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരം അതിൻ്റെ ഒരു കൺട്രോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ പല ആൾക്കാരായിട്ടാണ് അത് വെരിഫൈ ചെയ്യുന്നത്. ഒരാളെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാളുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ബേസിക്കലി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ആയിട്ടൊരു എൻറ്റിറ്റി അല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണല്ലേ എൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് I think it's for people to decide, but ഒരു ടെററിസ്റ്റ് ഫോർ ദാറ്റ് മാറ്റർ, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ ഒരു US ഇപ്പോൾ SEC അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പറയാണ് ഈ ടെററിസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആർക്കും ഇനി ഫണ്ട് അയക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് ബാങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്താലും ബേസിക്കലി ആ ഫണ്ട് റിജക്റ്റ് ആവും, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ റിജക്റ്റ് ആവും, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു കൺട്രോളിങ് ഉണ്ട്. ഇത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ബ്ലോക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബാങ്കിനോ അല്ലെന്നുണ്ടെങ്കിൽ RBIക്കോ ആർക്കെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രൽ ആയിട്ട് ഒരാൾക്ക് ഒരു കൺട്രോൾ ഇല്ലാത്തൊരു സിസ്റ്റത്തിനാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി ബ്ലോക്ക് ചെയിൻ. ഇനിയിപ്പോൾ ക്രിപ്റ്റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ അങ്ങടും ഇങ്ങടും നമ്മൾക്ക് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയം, അതാണ് ക്രിപ്റ്റോ. ആ ഒരു വാല്യൂ വിളിക്കുന്നതാണ് ക്രിപ്റ്റോ. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്, ആ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് ക്രിപ്റ്റോ. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു യൂസ് കേസ് മാത്രമാണ് ക്രിപ്റ്റോ. അതെ. ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ക്രിപ്റ്റോ എല്ലാം ഫ്രോഡാണോ? ക്രിപ്റ്റോ എല്ലാം ഫ്രോഡല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല, ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വലിയ ടബു പോലെയാണ്. നമുക്കിപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾ ആ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ ചില ആളുകൾ എല്ലാവരെ പറ്റി അല്ല പറയുന്നത്, ആ ഒരു ഇതിപ്പോ നമ്മളുടെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളുടെ കുറച്ച് ഇൻവെസ്റ്റേഴ്സോ അല്ലെ ക്ലയൻസോ ഇപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ട് ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഷെയർ ചെയ്യാണ്, ഫസ്റ്റ് വരുന്ന റിയാക്ഷൻ അക്കൗണ്ട് ഹാക്കായിരുന്നു, എന്ത് പറ്റി? അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ആൾക്കാർക്ക് നമ്മൾ റീസൻസി ബയസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഓൾറെഡി ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അതിലോട്ടായിരിക്കും പോവാ, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രിപ്റ്റോന്റെ ഇപ്പൊ കഴിഞ്ഞൊരു കുറച്ചു കാലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രോഡുകൾ എന്നും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിപ്റ്റോ വരുന്നതിന് മുമ്പ് അത് പറഞ്ഞ തട്ടിപ്പുകൾ നമ്മൾ പണ്ട് കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ക്രിപ്റ്റോ വന്നപ്പോൾ ഇവർക്ക് ഒരു ഗുണമുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായി. ഈ സെയിം കോൺസെപ്റ്റിനാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അതായത് ഒരാൾ വരുന്നു, ബാക്കി ഒരാൾക്കാരെ ചേർപ്പിക്കുന്നു, അല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ MTFE എന്ന് പറഞ്ഞ റീസെന്റ് വലിയൊരു സ്കാം ആയിരുന്നു, റൈറ്റ്? സോ ഇതിന്റെ ഒരു ബേസിക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിറ്റ്കോയിൻ സ്റ്റോറി സെല് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു, മനസ്സിലായി? ഇപ്പൊ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അന്ന് ഇത്ര രൂപ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയാവും, അതൊരു ഫാക്റ്റാണ്, അല്ലേ? അല്ലാതെ നമ്മളൊരു എവിടെയോ ഇരിക്കുന്ന ഒരാളെ കാണിച്ചിട്ട് അയാൾ ഞങ്ങളുടെ ഈ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിച്ച് ആയി എന്ന് പറയല്ല. ബിറ്റ്കോയിൻ യൂണിവേഴ്സിൽ ആർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ട് പറഞ്ഞിട്ട് ഓക്കെ ഇനി ഇതാണ് അടുത്ത ബിറ്റ്കോയിൻ, അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ റിട്ടേൺ ഉണ്ടാക്കാം. സോ ആ ഒരു പ്രോബ്ലമാറ്റിക് ബിഹേവിയർ എപ്പോഴും ആ സൈഡിൽ നിന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ആസ് ഹ്യൂമൻ ബീയിങ്സ് ആ ഒരു ഗ്രീഡ് ഉണ്ടല്ലോ, ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എപ്പോഴും പീപ്പിൾ വാണ്ട് മോർ, റൈറ്റ്? അപ്പോൾ ഇത് രണ്ടും ഇറ്റ് വാസ് ഓൾവേസ് ദെയർ. ബട്ട് ഐ തിങ്ക് ക്രിപ്റ്റോ ഉണ്ടായപ്പോൾ മോർ ആക്സസിബിൾ ആയി. ഇപ്പോൾ ഒരു നൈജീരിയയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കേരളത്തിലൊരാളെ ഫ്രോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായി. പണ്ട് അത് ഭയങ്കര ലെങ്തി പ്രോസസ് ആയിരുന്നു. ഇപ്പൊ അത് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂറിൽ അവർക്ക് ഇവിടെ നിന്ന് ലക്ഷങ്ങൾ അടിച്ചുകൊണ്ടുപോകാം, അല്ലേ? അപ്പോൾ ഐ തിങ്ക് ആ ഒരു ബാഡ് ആക്ടേഴ്സ് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പോലെ ഇവിടെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഒരുപാട് പേരുടെ ഫസ്റ്റ് ക്രിപ്റ്റോ എക്സ്പീരിയൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കേട്ടിട്ടുള്ള എക്സ്പീരിയൻസോ മേ ബി ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഇത് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഓക്കെ ഇതെന്തോ പ്രോബ്ലമാറ്റിക് പരിപാടിയാണ് ഇത് ചെയ്യുന്നത്.
എന്നുള്ളൊരു അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ആളുകൾക്ക് ഒരുപാട് മനസ്സിലാവാത്ത കാലത്ത് എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിലും ഇങ്ങനെ ഒരുപാട് ഈവൻ ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ. ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് യൂസ് ചെയ്യാത്തോണ്ടാണ്. ഇത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂളായിട്ട് മാത്രം കാണുമ്പോഴാണല്ലോ നമ്മൾ ഇതിലേക്ക് ആ ഒരു ആംഗിൾ മാത്രം വരുന്നത്. ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റിനെ പറ്റി അധികം ചിന്തിക്കാതെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഡേ ടു ഡേ ഇന്റർനെറ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ എല്ലാവരും ഇന്റർനെറ്റായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സോ ക്രിപ്റ്റോ ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരെ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗവൺമെന്റിന്റെയും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഇതിന്റെ ഒരു റെഗുലേറ്ററി അല്ലെങ്കിൽ ലീഗൽ സ്റ്റേറ്റസ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. അതുണ്ട്. അല്ല, അപ്പോൾ ഈ ബ്ലോക്ക് ചെയിനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ബ്ലോക്ക് ചെയിൻ അത് ഏതെങ്കിലും തരത്തിൽ അത് ഹാക്കിങ്ങിന് അത് ഒരു പ്രോബ്ലം ആണോ? അത് ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റില്ല. പക്ഷെ ഇതിൽ നമ്മൾ എൻ്റെ ബാങ്കിലിരിക്കുന്ന എമൗണ്ട് രണ്ട് രീതിയിൽ എനിക്ക് നഷ്ടപ്പെടാം. ഒന്ന്, ഞാനായിട്ട് എൻ്റെ പാസ്വേഡും അല്ലെങ്കിൽ OTP മര്യാദയ്ക്ക് സൂക്ഷിക്കാതെ വേറെ ആൾക്ക് എൻ്റെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഡേറ്റ ആക്സസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് എൻ്റെ ഫണ്ട് ആക്സസ് ചെയ്യാം. രണ്ട്, ഒരു ബാങ്കിൻ്റെ സെർവർ ഇറ്റ്സെൽഫ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് അവിടെ ഡേറ്റാ ബേസിൽ മാറ്റങ്ങൾ വരുത്താം. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഉള്ള എമൗണ്ട് കുറച്ചിട്ട് വേറെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് അത് ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് എൻ്റെ തെറ്റ് കൊണ്ട് എൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനത് മര്യാദയ്ക്ക് സ്റ്റോർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ പ്രോപ്പർ ഒതൻറ്റിക്കേഷൻ വെച്ചിട്ടുള്ള ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഒരുപാട് കേസസ് നമ്മൾ റെഗുലറായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ മാൽവെയർ അറ്റാക്സും പല രീതിയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഡേറ്റാബേസ് ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിന്റെ ഡേറ്റാബേസ് ഹാക്ക് ചെയ്തിട്ട് ചേഞ്ചസ് വരുത്തുന്ന പോലെ നമുക്ക് ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താൻ ബുദ്ധിമുട്ടാണ്. അത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഈ ഡീസെൻട്രലൈസ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഈ ഡീസെൻട്രലൈസ് നെറ്റ്വർക്കിൽ തന്നെ മോർ ദാൻ 51% ഏതെങ്കിലും ഒരു എൻറ്റിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആരെങ്കിലും അത് 51% മേലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിന്റെ തന്നെ വാല്യൂ നഷ്ടപ്പെടും അല്ലേ. അപ്പൊ നമ്മൾ ആ എഫേർട്ട് എടുത്തത് ഹാക്ക് ചെയ്താലും ആ ഹാക്ക് ചെയ്ത് കിട്ടുന്നതിന് പിന്നെ വാല്യൂ ഉണ്ടാവില്ല. സോ ഇറ്റ് ഡസൻ റിയലി മേക്ക് സെൻസ് ഒരാൾക്ക് ആ ഒരു എഫേർട്ട് എടുത്ത് അത്രയും ഹാക്ക് ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു ഡേറ്റാബേസ് ആസ് എ ഹോൾ നോ വൺ ക്യാൻ ടച്ച് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ എലക്ഷനൊക്കെ ബ്ലോക്ക് ചെയിനിൽ നടത്താം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ആർക്കും ആ ഡേറ്റ ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റ ആർക്കും ടാമ്പർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ആസ് ഇറ്റ് ഈസ്. ആൻഡ് മേ ബി നല്ലൊരു യൂസ് കേസ് പറയാൻ പറ്റുന്നത് കോവിഡിന്റെ സമയത്ത് മഹാരാഷ്ട്ര ഗവൺമെന്റ് കോവിഡ് സർട്ടിഫിക്കറ്റ് പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് ഇഷ്യൂ ചെയ്തിരുന്നത്. ബിക്കോസ് ആ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ദാറ്റ് ഈസ് ദെയർ. നോ വൺ ക്യാൻ ഗോ ആൻഡ് ചേഞ്ച് ഇറ്റ്, റൈറ്റ്? ഇപ്പൊ പണ്ട് ഇവിടെ ആൾക്കാർ ചെയ്തിരുന്ന പോലെ ഏത് സ്റ്റേറ്റിലെ ഗവൺമെന്റ് അങ്ങനെ ചെയ്തത്? മഹാരാഷ്ട്ര. അപ്പൊ റെക്കോർഡ് വാസ് ഓൺ. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ തെലങ്കാനയിലെ ഒരു ലാൻഡ് റെക്കോർഡ്സ് ഇങ്ങനെ പതുക്കെ ബ്ലോക്ക് ചെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് അപ്പൊ ഈ ഇലക്ഷനെ പറ്റി ഇടയ്ക്ക് പറഞ്ഞല്ലോ, അപ്പൊ ഇലക്ഷന്റെ ഈ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുന്ന എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടോ? എനിക്ക് അറിയില്ല. ഐ മീൻ അതൊരു യൂസ് കേസ് ആണ്, അത് നടന്നതായിട്ട് എനിക്ക് എന്റെ അറിവിലില്ല. ഓക്കെ, അപ്പം സാക്കിലിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ഏതാണ്? ഫേവറേറ്റ് ക്രിപ്റ്റോ ഇസ് എത്തീരിയം. അത് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനേക്കാളും കൂടുതൽ ഇറ്റ്സ് പ്രൈമറിലി ബിക്കോസ് ഇമോഷണലി ഐ ആം എ ബിറ്റ് എത്തീരിയമായിട്ട് കണക്ട് ആണ്. വേറെ ഒന്നുമില്ല, 2017 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ബ്രോക്കറേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്തീരിയം ബ്രോക്കേഴ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ബിറ്റ് കോയിൻ കഴിഞ്ഞിട്ടുള്ള മേജർ കറൻസി എത്തീരിയം ആയിരുന്നു. നമുക്കും ഇത്തിരി ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, നമ്മൾ അതിനു മുമ്പ് വാങ്ങിച്ച കുറച്ച് എത്തീരിയം കയ്യിലുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത ഫേസ്ബുക്ക് പേജ് ഇപ്പോഴും ഉണ്ട്, ബൈ ആൻഡ് സെൽ എത്തീരിയം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഇറ്റ്സ് സ്റ്റിൽ ദെയർ. സോ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഫ്രം എ ടെക്നോളജി പെർസ്പെക്റ്റീവ് ഓൾസോ. ഇപ്പൊ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു കറൻസി മാത്രമാണ്, അതിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ഇറ്റ്സ് വെരി ലിമിറ്റഡ് അതിന്റെ ഒരു യൂസ് കേസ് എന്ന നിലയിൽ. പക്ഷേ എത്തീരിയം ഇസ് എ ലോട്ട് മോർ ദാൻ കറൻസി. അതൊരു പ്രോഗ്രാമബിൾ മണി, ദാറ്റ് ഇസ് വാട്ട് പീപ്പിൾ കോൾ ഇറ്റ്.
അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അതിൽ കോൺട്രാക്ട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാം, അതിന്മേ ആപ്സ് ഡെവലപ്പ് ചെയ്യാം. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു കൻ ഡു ഓൺ ഇറ്റ്. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ഒരു പൈസ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തേരിയം എന്ന് പറയുന്നത് നമുക്കൊരു പ്ലാറ്റ്ഫോം അവർ തരുവാണ്, അതിന്റെ മുകളിൽ നമുക്ക് എന്ത് വേണേൽ ബിൽഡ് ചെയ്യാം അല്ലേ. ഐ മീൻ ഞാൻ റീസെന്റ് നടന്ന ഡെവലപ്മെന്റ് കൂടി മെൻഷൻ ചെയ്യണം. ലൈക്ക് ബിറ്റ്കോയിനിലും ഒരു ചെറിയൊരു രീതിയിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ NFTസും കാര്യങ്ങളും. ബട്ട് എത്തീരിയം ഈസ് ഓൾറെഡി സുപ്പീരിയർ ഇൻ ദാറ്റ്. ഐ മീൻ ദേ വർ ബിൽഡ് ആ ഒരു യൂസ് കേസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബിൽഡ് ചെയ്തത്. സോ there's a lot of things to do on Ethereum compared to Bitcoin. ഇത് 2010 ഇപ്പം ഒരു 1 ലക്ഷം രൂപയൊക്കെ ബിറ്റ്കോയിനിൽ ഇട്ടിരുന്നെങ്കിൽ ഇപ്പം എത്ര രൂപയായി കാണുമായിരിക്കും? ഇത് ഭയങ്കര ഫാൻസി ആയിട്ടൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവർക്കും ചോദിക്കാമല്ലോ. നമ്മളിപ്പോൾ അന്ന് ആമസോൺ എനിക്ക് 2010 ഒരു ലോവസ്റ്റ് അല്ലെങ്കിൽ ബിറ്റ്കോയിന്റെ റേഞ്ച് അന്ന് 4-5 രൂപ ആയിരുന്നു. 4-5 രൂപയായിരുന്നു ഒരു ബിറ്റ്കോയിൻ അന്നത്തെ വാല്യൂ. It's a huge amount, right? See, പിന്നെ ഇത് ഒരു കാര്യം എത്രയാണ് ഒരു ബിറ്റ്കോയിന്റെ വില ഇപ്പോ ഇന്ത്യൻ രൂപയിൽ? I think it's around 40 lakhs. Yeah, 40 lakhs. So I mean dollar it's around 44,000. So എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അന്ന് നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഇതിനെപ്പറ്റി അന്ന് ചുമ്മാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിച്ചിരുന്ന ഒരു കോയിനായിരുന്നു അതിൽ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്യാപ്ചയൊക്കെ ഫില്ല് ചെയ്യില്ലേ ഒരു വെബ്സൈറ്റിലൊക്കെ പോയിട്ട്. ഇപ്പൊ അന്നൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ചുമ്മാ ഒന്ന് ക്യാപ്ച ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് യു 5 ബിറ്റ്കോയിൻസ് ഫ്രീ ആയിട്ട്. അപ്പൊ അന്ന് ആരും ഇതിനൊരു വാല്യൂ കാണുകയെ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായെന്ന് ചോദിച്ചാൽ തന്നെ ഐ ഡോണ്ട് നോ. ലൈക്ക് ഇപ്പൊ നമ്മള് ഇത് ഇവിടെ ആരെങ്കിലും എടുത്തുണ്ടെങ്കിലും ആ ഒരു സമയത്ത് അങ്ങനെ മൈനിങ് കാര്യങ്ങളൊന്നും ഇവിടെ എത്ര ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഈവൻ ഇന്ത്യയിലത്തെ ഫസ്റ്റ് എക്സ്ചേഞ്ച് തന്നെ വന്നത് 2013 അപ്പോ പിന്നെ അന്ന് എല്ലാവരും ഇതിനെപ്പറ്റി ഇത്ര ഡിസ്കവർ ചെയ്തിരുന്നെങ്കിൽ അന്നേ വാല്യൂ കൂടുമായിരുന്നല്ലോ അല്ലെ. അന്നൊരു ഡിമാൻഡും ഇല്ലാതിരുന്നോണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ ഫ്യൂച്ചർ മെഷർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ ബിറ്റ്കോയിൻ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇൻ ജനറൽ ആൾക്കാർ എനിക്കൊരു നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പറ്റുന്നൊരു തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇത്രയായി ഹിസ്റ്റോറിക്കലായിട്ട് ഇതിപ്പോ നമ്മള് ഒരു IPL ഓപ്ഷന്റെ സമയത്ത് എന്താണെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊരു 40-year-old പ്ലെയറിന് they might have done so well in their career, right? പക്ഷെ അവരെ പിക്ക് ചെയ്യാത്തതിന്റെ കാരണം future their performance may not it doesn't make sense. പ്രോസ്പെക്ട് അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ നോക്കേണ്ടത്. ഇത് ജസ്റ്റ് what is over, right? അപ്പം നമ്മളെക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്രിപ്റ്റോയിലുള്ള റിസർച്ചും ഒരുപാട് എക്സ്പോഷറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകൾ വല്ലതും ഉണ്ടോ? ഇലോൺ മസ്ക് പോലത്തെ ആളുകൾ അല്ലാതെ ഫേമസ് ആയിട്ടുള്ള ഐ തിങ്ക് ഇപ്പൊ റീസെന്റ് ഇപ്പൊ ആപ്പിളിന്റെ CEO ടിം കുക്ക്, പുള്ളി ഒരു ഇന്റർവ്യൂല് ഹി ഡിസ്ക്ലോസ് ദാറ്റ് പുള്ളിയുടെ ഹീസ് ഹാവിങ് ക്രിപ്റ്റോ. അതിൽ പുള്ളി പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഹി സെഡ് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ലൈക്ക് എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇസ് ഓൾസോ എ ഗുഡ് തിങ്. അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ബേസിക്കലി. അപ്പോൾ അതാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് ഇപ്പം നമ്മളും ബിറ്റ്സേവിലാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു സെയിം ഫിലോസഫിയാണ് ഉള്ളത്. ഇപ്പം നമ്മളൊരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഫുള്ള് ക്രിപ്റ്റോയിലേക്ക് ഇടും അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇൻഫാക്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ ഒരു 1 ലക്ഷം രൂപയുണ്ട്, എനിക്കത് 50,000 ബിറ്റ്സേവിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളയാൾ ഇരുത്തി നിങ്ങളുടെ ഏജ് എന്താണ്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, നിങ്ങളുടെ കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ നമുക്ക് 10,000 മതി എന്ന് തോന്നുകയാണെങ്കിൽ അത്ര മതി എന്ന് പറയാൻ ഒരു റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് കൊണ്ടുവരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ടിം കുക്ക് ഇസ് എ ഗുഡ് എക്സാമ്പിൾ അങ്ങനെ നോക്കുമ്പോൾ. ബിക്കോസ് ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ തന്നെയാണ് പുള്ളിയും സംസാരിച്ചത്. മലയാളി ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ പരിചയമുള്ള? സോ എനിക്ക് ഓഫ് കോഴ്സ് പ്രൈവറ്റ് ആയിട്ട് അറിയാവുന്ന ഇൻഫർമേഷൻ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് റൈറ്റ് ടു ഡിസ്ക്ലോസ് പബ്ലിക്കലി. പക്ഷേ എനിക്ക് ഇപ്പൊ ക്രിപ്റ്റോയുടെ വേറൊരു ഫോമാണല്ലോ NFT, right? Because it's a similar technology that is built on blockchain. അല്ലെങ്കിൽ സോ അതില് ഒപ്പം അതെല്ലാവർക്കും അറിയുന്ന പോലെ പൃഥ്വിരാജ് സുകുമാരൻ പുള്ളി
കഴിഞ്ഞ വർഷം he had publicly posted that he bought an NFT ഒരു ആർട്ടിസ്റ്റിന്റെ. So I think in a way invested ആണ്. പറയാനൊരു മലയാളി in a way he has some exposure to crypto. അപ്പം നമുക്ക് ക്രിപ്റ്റോ വാങ്ങിക്കാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ വൈ ബിറ്റ്സേവ്? ഈ ഒരുപാട് പ്ലാറ്റ്ഫോം ഉള്ളത് തന്നെയായിരുന്നു ഒരു മേജർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ ഒരുപാട് ടോക്കനും ലിസ്റ്റായി. ഇപ്പോൾ നമ്മൾ 2017 കോയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ 5 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടോപ്പായിട്ടുള്ള 5 അസറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഒരു എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 500 അല്ലേ. അപ്പോൾ ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, ഇതിൽ ഏതാണ് അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അതൊരു അതിൻ്റെ ഓവർ ടൈം അതിന് ആ പ്രോബ്ലം വലുതായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വി ഫെൽ ദാറ്റ് ഇപ്പോൾ ഒരു ട്രഡീഷണലി ഇപ്പോൾ ഒരാൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ നേരെ പോയി സ്റ്റോക്ക് വാങ്ങുന്നവരല്ല അല്ലേ. അപ്പോൾ അവർ മ്യൂച്വൽ ഫണ്ട് വഴി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബ്രിങ് ദാറ്റ് സെയിം കോൺസെപ്റ്റ് ഹിയർ. അപ്പോൾ ഇത് പലരും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡിസൈനും ട്രാൻസ്പെറൻസി ആ ഒരു ലെവലിലൊന്നും അതൊന്നും സക്സീഡ് ചെയ്യാൻ പറ്റില്ല. സോ ആർ ഐഡിയ വാസ് ദാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷൻ എങ്ങനെയാണ് ബിറ്റ്സേവ് സോൾവ് ചെയ്യുന്നത്? എന്താണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതൊരു അസറ്റ് ക്ലാസ്സിലും നമുക്ക് ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈസിയസ്റ്റ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ്, ഇപ്പോൾ ഞാനായിട്ട് പറയുന്നതല്ല, ഇപ്പോൾ ഏതൊരു എക്സ്പീരിയൻസ് ഇൻവെസ്റ്റർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു മണി മാനേജർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ദ ബെസ്റ്റ് വേ ടു ഇൻവെസ്റ്റ് ഓർ ദ ഈസിയസ്റ്റ് വേ ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ അസറ്റ് ഇസ് ദാറ്റ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ Nifty 50 അല്ലെങ്കിൽ Nifty 250, അല്ലെങ്കിൽ US സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ S&P 500, റൈറ്റ്? സോ അങ്ങനെയാണ് ദ റൈറ്റ് വേ. ലോങ് ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു എനി അസറ്റ് ക്ലാസ്. സോ നമ്മൾ ചെയ്യുന്നത് ക്രിപ്റ്റോയിൽ there was no way you can invest into ഒരു പ്രോപ്പർ ഇൻഡെക്സ്, ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഇസ് വെയർ ബിറ്റ്സേവ് കംസ് ഇൻ. സോ നമ്മൾ ചെയ്തത് വി ഡയറക്ട്ലി വെന്റ് ടു ബ്ലൂംബർഗ്, വിച്ച് ഇസ് വൺ ഓഫ് ദ ഗ്ലോബൽ ബ്രാൻഡ്, റൈറ്റ്? അപ്പോൾ അവരുടെ ഒരു S&P ഗ്ലോബൽ ഒക്കെ S&P 500 Nifty 50 ഒക്കെ പോലെ അവരുടെ ഒരു ക്രിപ്റ്റോ ഇൻഡെക്സ് ഉണ്ട്, ബ്ലൂംബർഗ് ഗാലക്സി ക്രിപ്റ്റോ ഇൻഡെക്സ് പറഞ്ഞിട്ട്. നമ്മൾ അവരുടെ ചെല്ലുന്നതിന് മുമ്പ് US ഒരു കമ്പനി മാത്രമാണ് അതിന് ബേസ് ചെയ്തിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത്, ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നത്. ആൻഡ് എസ്പെഷ്യലി ഞങ്ങൾ നോക്കിയപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്, ഏഷ്യ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, അവിടെ ഒന്നും യാതൊരു ഓപ്ഷനും ഇല്ല ഇവിടെ ഉള്ള ഒരാൾക്ക് ഈ ഒരു ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ വി വെന്റ് ടു ദം. അവരൊരു ലോങ് ഡ്യൂ ഡെലിജൻസ് പ്രോസസ് ഉണ്ട്, ബിക്കോസ് ദേ ആർ ഓൾസോ അറ്റാച്ചിങ് ദെയർ നെയിം വിത്ത് സ്റ്റാർട്ടപ്പ്, റൈറ്റ്? ആൻഡ് വി വെന്റ് ത്രൂ ഓൾ ദാറ്റ് ആൻഡ് ഫൈനലി ദേ ഗ്രാൻഡഡ് us the license. അതിനെ ബേസ് ചെയ്ത് അങ്ങനെ ബ്ലൂംബർഗിന്റെ ലൈസൻസ് നമുക്ക് വേണമല്ലേ അവരുടെ ഇൻഡെക്സ് ഫണ്ട് സ്റ്റാർട്ട് എന്നുള്ളതല്ല. ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ ഇപ്പോൾ 45 അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ട്. ഈ 45 അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനും NSE ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു Nifty 50 ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ നിഫ്റ്റി റിലേറ്റഡ് എന്ത് ഇൻഡെക്സ് ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെയിം പ്രോസസ്, ഗ്ലോബൽ ലെവലിൽ ദ സെയിം പ്രോസസ്. സോ വി വെന്റ് ത്രൂ ദാറ്റ്. സോ വി ഗോട്ട് ദ ലൈസൻസ് ഫ്രം ബ്ലൂംബർഗ്. അപ്പോൾ അതാണ് ഒരു മേജർ ഇത്. സോ വാട്ട് ബേസിക്കലി ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട. അതായത് ഈ ഒരു അസറ്റ് സെലക്ഷന്റെ കാര്യത്തിൽ ഇറ്റ് ഇസ് ഡിസൈഡഡ് കംപ്ലീറ്റ്ലി ബൈ ബ്ലൂംബർഗ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഡെക്സ് ഫണ്ടിന്റെ കാര്യത്തിൽ അപ്പോൾ അവരുടെ റിസർച്ചാണ് അവർ കൊണ്ടുവരുന്നത്, അല്ലെ? അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. സോ ദാറ്റ് ഇസ് എ വെരി ബിഗ് വാല്യൂ അഡീഷൻ, റൈറ്റ്? ബിക്കോസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്ലോബൽ ബ്രാൻഡാണ് നിങ്ങൾക്ക് ഏത് അസറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ ബിറ്റ്സേവ് വഴി ആൻഡ് ദെൻ നമ്മൾ ചെയ്യുന്നത് അതിനൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഫണ്ട് വാങ്ങിച്ചിട്ട് അലക്കേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ട ബാക്കിയുള്ള സർവീസസ് തരിക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഓൺ ദ വേ അല്ലെങ്കിൽ ഓവർ ടൈം പലതും നമ്മൾ തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ സെക്കൻഡ് ഫണ്ട് വാസ് ഹൈബ്രിഡ് ഫണ്ട്, 70% ക്രിപ്റ്റോ 30% ഗോൾഡോ ആയിട്ടുള്ള ഒരു ഫണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മളും ചെയ്യും. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 100% ക്രിപ്റ്റോ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് നിലയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അവർ അസറ്റ് സെലക്ഷൻ ഇസ് ഹാൻഡിൽ ബൈ ബ്ലൂംബർഗ്. സോ അത് കറന്റ്ലി യു കാൺട്ട് ഗെറ്റ് എനിവെയർ എൽസ്. യു ബേസിക്കലി ഹാവ് ടു കം ടു. ഓക്കേ. അപ്പോൾ ഈ ബ്ലൂംബർഗിന് ഒരു ക്രൈറ്റീരിയ ഉണ്ടോ?
അതായത് നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് കമ്പനീസ് ആയിരിക്കും ഇത്. ടോപ്പ് ഈ ടോപ്പ് ആണെങ്കിലും ക്രിപ്റ്റോയില് ആ ഒരു സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇത്തിരി ഡേഞ്ചറസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറെ സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്, മാർക്കറ്റ് ക്യാപിറ്റലൈസ് നോക്കുമ്പോൾ കുറെ സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എലിമിനേറ്റ് ചെയ്യണം. ഒരു ഫണ്ടമെന്റലി ഒരു ക്വാളിറ്റി ഇല്ലാത്ത പല കോയിനുകളും മേ ബി ഐ ഡോണ്ട് വാണ്ട് നെയിം എനിത്തിങ്, ബട്ട് പലതും മേ ബി ഒരു ടോപ്പ് 10-ലോ ടോപ്പ് 20-ലോ വരാം. അപ്പോ സ്റ്റേബിൾ കോയിൻ ഉദ്ദേശിച്ചത് USDT പോലത്തെ അല്ലേ, US ഡോളർ. അതേപോലെ തന്നെ ഒരു രീതിയിൽ ഇപ്പൊ പല പ്രൊജക്ടുകളും കഴിഞ്ഞ ഒരു വർഷത്തിലോ 2 വർഷത്തിലോ ടോപ്പിൽ ഉണ്ടായിരുന്ന പല പ്രൊജക്ട്സും കൊളാപ്സ് ആയിട്ടുണ്ട് ബിക്കോസ് ദേ വർ ഫണ്ടമെന്റലി വീക്ക്. അപ്പോ നമ്മൾ ബ്ലൂംബർഗിന്റെ ഇൻഡെക്സ് നോക്കിയപ്പോൾ അവർ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒന്നും ഈ ഇൻഡെക്സിന്റെ ഭാഗമായിരുന്നില്ല ഒരു പോയിന്റിലും. അപ്പോൾ അവർ ചെയ്യുന്നത് ടോപ്പ് 25 ദേ സെലക്ട് അപ് ടു 12. അപ്പൊ ആ ഒരു ടോപ്പ് 20 മാർക്കറ്റ് ക്യാപ്, ടോപ്പ് 25 മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് ദേ സെലക്ട് അപ് ടു 12. ഈ 12 എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഇഫ് ദേ ഫീൽ ഇപ്പൊ നാളെ അവർക്ക് തോന്നുകയാണ് 5 എണ്ണം മാത്രമേ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്ന അസറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണേ വെക്കുള്ളൂ. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ഇൻവെസ്റ്റേഴ്സ് ആ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. കറന്റ്ലി 12 എണ്ണം ഉണ്ട്. സോ ആ ഒരു ടോപ്പ് 25 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദേ സെലക്ടഡ് ദ ബെസ്റ്റ് 12 ബേസ്ഡ് ഓൺ ദെയർ റിസർച്ച്. ആ ഇൻഡെക്സ് ആണ് നിങ്ങൾ ബിറ്റ്സേവിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ ഒരു ഫേവറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റർ ഉണ്ടോ, ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടൊരു ഇൻവെസ്റ്റർ ഉണ്ടോ? കൃത്യമായിട്ട് ഞാൻ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലും ഐ സ്റ്റിൽ ലൈക്ക് ടു കോൾ മൈസെൽഫ് എ ട്രേഡർ. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ആൻഡ് ഈവൻ എന്റെ പ്രൊഫഷണൽ ഇപ്പോഴത്തെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാലും ഇറ്റ്സ് മോസ്റ്റ്ലി ടുവേർഡ്സ് ട്രേഡിംഗ്. സോ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് അധികം ഐ ഡോണ്ട് റിയലി ഫോളോ, ബട്ട് ബിറ്റ്സേവിന്റെ ആ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ വാസ് ജോൺ ബോഗൽ, ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻഡെക്സ് ഫണ്ട്സ്. ഫുള്ളി വാൻഗാർഡിന്റെ. സോ നമ്മള് ഈവൻ ഞാനാണെങ്കിലും ടീമിലുള്ള കുറച്ച് ആൾക്കാരാണ്, വി ഓൾ വെന്റ് ത്രൂ ദാറ്റ് ട്രാൻസിഷൻ. റൈറ്റ്, ഇപ്പൊ നമ്മള് when you start it's all money and short term, പെട്ടെന്ന് കുറെ കാശ് ഉണ്ടാക്കുക. but then when you grow and you mature you realize that it's a long term play. ഇത് നമ്മൾ പതുക്കെ ബിൽഡ് ചെയ്യേണ്ട ഒരു ഇറ്റ്സ് ലൈക്ക് വെൽത്ത് ഇസ് ജസ്റ്റ് ലൈക്ക് മസിൽ. നമ്മൾ ജിമ്മിൽ പോയി എല്ലാ ദിവസവും ബിൽഡ് ചെയ്യുന്ന പോലെ ദാറ്റ് ദ സെയിം പ്രോസസ് ദാറ്റ് യു നീഡ് വെൽത്ത് ബിൽഡ് ചെയ്യുമ്പോൾ. ജോൺ ബോഗിളിന്റെ കുറെ കാര്യങ്ങൾ ലൈക്ക് ഐ റെഡ് ഹിസ് ബുക്സ്, സോ അതിൽ നിന്ന് കുറെ ഒരു ലോങ് ടേം പെർസ്പെക്ടീവ് ഒരുപാട് കിട്ടിയിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ഇൻകോർപ്പറേറ്റ്. ഇപ്പോൾ ബിറ്റ്സേവിലാണെന്നുണ്ടെങ്കിലും ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് സോർട്ട് ഓഫ് ദ സെയിം ഫിലോസഫി വി ഹാവ്. വാൻഗാർഡിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു സെയിം ഫിലോസഫി is what we are trying to bring to Bitsave. So if I have to name one person, it has to be John Bogle, especially now that we are building Bitsave. നമുക്കപ്പോൾ ക്രിപ്റ്റോയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ജനറിക് ആയിട്ടുള്ള കുറച്ച് ഫിനാൻസും കൂടെ ഒന്ന് സംസാരിക്കാം അല്ലേ? അപ്പോൾ ഇപ്പം നമ്മളൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത്, മണി, ടൈം, ഇതിനെ എങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്യും? കറന്റ്ലി എനിക്ക് ഞാൻ എത്ര ലൈക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഡെയിലി ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ നോക്കാത്തത്. ഐ വോണ്ട് സേ ദാറ്റ് സക്സസ്ഫുൾ എന്തോരാണെന്ന് ഡിപ്പെൻഡ്സ്, ബട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ നോക്കാത്ത 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ 5 മണിക്ക് എന്റെ ട്രെയിനർ വരും, ഐ ഹാവ് ടു ബി ഇൻ ജിം. ഡയറ്റ് 3-4 മീല് പ്രോപ്പർ ഓൺ ടൈം കഴിക്കുക. ഉറങ്ങുക, ലൈക്ക് ഐ നീഡ് 7 hours ഓഫ് സ്ലീപ്. ആ 7 hours കിട്ടുമെന്ന് നോക്കുക. സംതിങ് വിച്ച് ഐ റിയലൈസ് ഇസ് ദാറ്റ് എന്തോരം no matter how much money you make, if you're not healthy, in the most private island in the world, watching the most beautiful sunset in the world, പക്ഷേ ആ ഒരു സമയത്ത് if you are in pain, it doesn't make any sense. തോന്നുന്നു രാകേഷ് ജിൻജൻവാലയുടെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ അവസാനം ചോദിച്ചപ്പോൾ പറ്റി പറഞ്ഞായിരുന്നു ഹെൽത്ത് നോക്കേണ്ടതായിരുന്നു. എന്തോരം കാശുണ്ടായിട്ടും you can't buy health, you have to take care of it. സാധാരണ ഈ ഹെൽത്ത്, മണി, ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആളുകളോട് പ്രയോറിറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ യൂണിറ്റിലുള്ള സാധനമായിരിക്കും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിനക്ക് ബിരിയാണിയാണോ പൊറോട്ടയാണോ കഴിക്കുന്ന സാധനം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരോടും നമ്മൾ കുറച്ച് ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫൗണ്ടിങ് ലെവലിലോട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ചോദ്യമാണ്. അപ്പോൾ ഹെൽത്തിനും ടൈമിനും ഒക്കെ എല്ലാവർക്കും ഒരു ഡെഫിനിഷൻ കാണും, പക്ഷേ ഒരു മണിക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ടൊരു ഡെഫിനിഷൻ കാണുമല്ലോ. അപ്പോൾ എന്താണ് സാക്കിലിന് മണിക്കുള്ളൊരു ഡെഫിനിഷൻ ഉണ്ടോ? സ്വാതന്ത്ര്യം, ബേസിക്കലി ഫ്രീഡം ഇസ് വാട്ട് മണി മീൻസ്. ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി, ഇപ്പൊ കാശ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എന്നില്ല, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നില്ല, നമ്മൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം എന്നില്ല. നത്തിങ് എൽസ് ഇസ് ഗ്യാരണ്ടീഡ്. ബട്ട് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു
ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടെ ടേംസിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ദാറ്റ് ഈസ് വാട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് മണി ഗ്യാരണ്ടീസ് യു ഇൻ വൺ വേ ഓർ ദി അതർ. ബാക്കിയെല്ലാം ഡസൻ ഗ്യാരണ്ടി. ഞാൻ വർഷങ്ങളായിട്ട് ഇറ്റ്സ് സംതിങ് വിച്ച് ഐ കീപ് സെയിങ് ലൈക്ക് ദിസ് ദ ഓൺലി തിങ് ദാറ്റ് മണി ഗിവ്സ് യു. ബാക്കിയെല്ലാം യു ഹാവ് ടു അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഫ്രീഡം. ഓക്കെ ഇതൊക്കെ ഞാൻ വളരെ ലേറ്റ് ആയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മണി എന്ന് പറയുന്ന ഫ്രീഡം അതിപ്പോൾ ബുക്കൊക്കെ വായിച്ചപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ സാക്കിലിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അത് പേഴ്സണൽ പോർട്ട്ഫോളിയോ, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ? ഓഫ് കോഴ്സ് മേജർലി ഇസ് സ്റ്റിൽ ഇൻ ക്രിപ്റ്റോ. അത് മേ ബി. അപ്പോൾ സാക്കിലിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അത് പേഴ്സണൽ പോർട്ട്ഫോളിയോ, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ? ഓഫ് കോഴ്സ് മേജർലി ഇസ് സ്റ്റിൽ ഇൻ ക്രിപ്റ്റോ. അത് മേ ബി 2 years ബാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സെഡ് 100% ഇൻ ക്രിപ്റ്റോ എന്നുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് വിച്ച് വാസ് നോട്ട്, ഐ ഡസന്റ് റെക്കമെൻഡ് ഇറ്റ് ടു എനിവൺ. അതിന്റെ ഒരു റീസൺ ഇസ് ദാറ്റ് നമ്മൾ വെൻ ഐ ഗ്രൂ അപ്പ് ഐ ഗോട്ട് എക്സ്പോസ് ടു ക്രിപ്റ്റോ സോ ഏർലി. ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇസ് വെരി ഈസി. ഇപ്പൊ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാറ്റ് ഓപ്പൺ ചെയ്യുക, അത് ചെയ്യുക. സെറോദയിലാണെങ്കിൽ ഇയർലി മെയിൻ്റെനൻസ് ഫീ, അത് ക്രിപ്റ്റോയിലേക്ക് ആക്സസ് ഇസ് വെരി ഈസി. എൻ്റെ ഒരു ഫിലോസഫി ഇസ് ദാറ്റ് നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ലൈക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് മേ ബി ഞാൻ ഇതിനു മുമ്പ് മനസ്സിലാക്കാൻ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല. മേ ബി ഐ ഫെൽ ലൈക്ക് അതിനൊരു ആവശ്യമില്ല. ക്രിപ്റ്റോ വാസ് ഗിവിംഗ് മീ വാട്ട് ഐ വാണ്ടഡ്. ബട്ട് ഐ തിങ്ക് ഞാൻ പ്രായം തോറും മേ ബി ആ റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി ഓൾസോ സോർട്ട് ഓഫ് കംസ് ഡൗൺ, റൈറ്റ്? കുറയും. അപ്പൊ 2 വർഷം മുമ്പ് എഗെയിൻ ഈ ഒരു ബിറ്റ്സേവിന്റെ ഒരു റിസർച്ച് നടക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങൾ വായിക്കുകയും ക്രിപ്റ്റോക്ക് പുറത്തുള്ള ആൾക്കാരെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ ബുക്കുകൾ വായിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇതിന് പുറത്ത് കംപ്ലീറ്റ്ലി ക്രിപ്റ്റോ മാത്രമായിരുന്നു. അതെ കംപ്ലീറ്റ്ലി ക്രിപ്റ്റോ മാത്രമായിരുന്നു. ആ ഒരു സമയത്തയാണ് ഇതിന് പുറത്തൊരു ലോകം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ. അവിടെയും സാധാരണ എല്ലാവരും അതെ അവിടെയും കാശുണ്ടാക്കാം, അവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു സമയത്താണ് തിരിച്ചറിയുന്നത്. സോ ഐ ഡു എ ബിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ബിക്കോസ് ഡയറക്റ്റ് സ്റ്റോക്ക് അപ്പോഴും എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയമില്ല ഇപ്പോൾ അതിനെപ്പറ്റി. സോ ഐ തിങ്ക് സേഫ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടാണ്. കുറച്ച് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് ഇപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള കുറച്ച് സ്റ്റാർട്ടപ്സ് വളരെ കുറച്ച് ചെറിയ രീതിയിൽ ഐ സ്റ്റാർട്ടഡ്. റിയൽ എസ്റ്റേറ്റ് ഐ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് നൗ. ഇതുവരെ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു ഏരിയ ആയിരുന്നു റിയൽ എസ്റ്റേറ്റ്. ഇത് എന്താണ് ഇതിന്റെ ഒരു ഡിമാൻഡ് സപ്ലൈ ഗെയിം എന്നുള്ളത്. ബട്ട് നൗ ഐ എം പുട്ടിങ് ഇൻ ദാറ്റ് എഫേർട്ട് ബിക്കോസ് ഈവൻ നമ്മളുടെ റോഡ് മാപ്പിലും അറ്റ് സം പോയിന്റ് റിയൽ എസ്റ്റേറ്റ് വിൽ കം ഇൻ ആസ് എ സോ അതിനൊരു എഫേർട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. കറന്റ്ലി അഗെയിൻ ഈവൻ മെജോറിറ്റി ഓഫ് ക്രിപ്റ്റോ മേ ബി ഐ എം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അഗെയിൻ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതിയല്ല ഇത്. ഞാൻ ആസ് ഐ ഗ്രോ ഐ നോ ഇറ്റ് വിൽ കം ഡൗൺ, ദാറ്റ് പെർസെന്റേജ് വിൽ കം ഡൗൺ. ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ അതായത് ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ടാണല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ലോട്ടറി അടിക്കുകയാണ്, 50 കോടി ലോട്ടറി അല്ലെങ്കിൽ 100 കോടി ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ലക്ഷ്യം ഓൾറെഡി ആയല്ലോ. അപ്പോൾ അതെടുത്ത് എല്ലാം കൊണ്ട് FD ഇടുവോ അതോ ഇതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെ കീപ്പ് ചെയ്യുമോ? ഇതേ ഡിസ്ട്രിബ്യൂഷൻ കീപ്പ് ചെയ്യില്ല. ഞാൻ ഈ ലോട്ടറി അടിച്ചതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്നത് ലൈക്ക് ക്ലയൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു കാശ് കിട്ടി, ഒരു ബോണസ് കിട്ടി, അല്ലെങ്കിൽ ആരും തരില്ല എന്ന് വിചാരിച്ച കുറച്ച് കാശ് തിരിച്ചു കിട്ടി. അപ്പോഴാണ് നമ്മുടെ അടുത്ത് വരിക, ഓക്കെ എന്നാ പിന്നെ അത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതെ ഇതിൽ എനിക്കൊരു പ്രോബ്ലം തോന്നുന്നത് നമ്മൾ തിരിച്ചല്ല ആക്ച്വലി ചിന്തിക്കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കാശ് കിട്ടിയുമ്പോൾ അത് പ്രിസർവ് ചെയ്യാനാണ് നോക്കേണ്ടത്. ജോലി എടുത്ത കാശ് എനിക്ക് ഇന്ന് ഞാൻ ജോലി എടുത്ത് ഉണ്ടാക്കിയ കാശ് പോയാലും നാളെ എനിക്ക് ജോലി എടുത്തത് ഉണ്ടാക്കാം. ഈ ഫ്രീ മണി എന്നും കിട്ടിക്കൊണ്ടിരിക്കില്ലല്ലോ. സോ ഐ തിങ്ക് ലോജിക്കലി ഇഫ് യു തിങ്ക് അത് മാക്സിമം പ്രിസർവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലാതെ അത് ഇങ്ങനെ ഹൈ റിസ്ക് എടുത്ത് അത് പോയാലും കുഴപ്പമില്ല എന്നുള്ള ഐ ഡോണ്ട് നോ, ലൈക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതൊരു റോങ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. സോ പ്രോബബ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് മേ ബി ദാറ്റ് മണി മൈറ്റ് ഗോ ഇൻ ടു റിയൽ എസ്റ്റേറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് എന്ന നിലയിൽ. സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ദെയർ ആൻഡ് ഗ്രോസ് ഓവർ ടൈം.
അപ്പം സാക്കിൽ ഇപ്പോൾ പറഞ്ഞ് എനിക്ക് തോന്നുന്നു 80% ഇപ്പോഴും 80 or 50% ഇപ്പോഴും ക്രിപ്റ്റോയിൽ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അതാർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ ഒരാൾ ഒരിക്കലും അവർക്ക് 50% ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഒരു അഡ്വൈസബിൾ ആയിട്ടൊരു റേഞ്ച് ഉണ്ടോ സാക്കിലിന്, ആർക്കെങ്കിലും കൊടുക്കുന്നത്? അത് ഓരോ ആളുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതോ ഒരു റേഞ്ച് പറയാൻ പറ്റുമോ നമുക്ക്? ഓരോ ആൾക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് ഐ തിങ്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ബിറ്റ്സേവിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന റേഞ്ച് 1 to 10%. സോ സ്റ്റാർട്ട് ചെയ്യാണ്, യു ജസ്റ്റ് വാണ്ട് ടു ഇത് എന്താണെന്ന് മനസ്സിലാക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് വിത്ത് 1%. അതായത് നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ തുടങ്ങിയാലേ നമ്മൾ അതിനൊരു എഫേർട്ട് ഇടുള്ളൂ അത് മനസ്സിലാക്കാനും പഠിക്കാനും അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ അതിന് കുറച്ച് സമയം കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ വോളറ്റിലിറ്റി, എന്താണ് അതിൻ്റെ റിസ്ക് നമുക്ക് അപ്പോൾ മനസ്സിലാവും. ആൻഡ് then you do that. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം 5% ആണ് ഒപ്റ്റിമൽ ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ്. ബിക്കോസ് 5%-ന് എന്തോരം കൂടുന്നോ നമ്മൾ എടുക്കുന്ന റിസ്ക്കും റിവാർഡിനുള്ള റിസ്കിനേക്കാളും കൂടുതൽ റിസ്ക് നമ്മൾ എടുത്തു തുടങ്ങും. 5% വരെ ഓക്കെയാണ്, ആ പോയിന്റ് വരെ നമ്മൾ എടുക്കുന്ന റിസ്കിനുള്ള റിവാർഡ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് കൂടി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ റിസ്കിലേക്ക് പോകും, വിച്ച് മേ നോട്ട് ബി a good thing. So അത് റിസ്ക് എടുക്കാൻ റെഡി ആവുന്നവർക്ക് we recommend up to 10%, but അല്ലെങ്കിൽ it's usually between 1 to 5 നമ്മൾ പറഞ്ഞത് 5%. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇപ്പം സാക്കിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്ന കമ്പനി ഭയങ്കരമായിട്ട് ക്രിപ്റ്റോ റിലേറ്റഡ് ആണ്. സാക്കിലിൻ്റെ മുഴുവൻ പോർട്ട്ഫോളിയോ 50%-ന് മുകളിൽ ക്രിപ്റ്റോ ആണ്. അപ്പോൾ ഒരു സാധാരണ ഒരാളിനേക്കാളൊക്കെ ഒരുപാട് ക്രിപ്റ്റോവുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരാളാണെന്ന് വേണേൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ 5% ഇടുന്ന ഒരാൾക്ക് തന്നെ ഭയങ്കര കൺസേൺ ആയിരിക്കും എൻ്റെ ആ 5% പോകുമോ എന്നുള്ളത്. അപ്പം ഫുൾ ലൈഫും ഇതിൽ ഇത്ര ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ക്രിപ്റ്റോയുടെ ഭാവിയെ കാണുന്നത്? അല്ല, നമ്മൾ ഓഫ് കോഴ്സ് ഇതിൽ ഇത്രയും ബുള്ളിഷ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ഐ യൂസ് ദിസ് ടേം അൾട്രാ ബുള്ളിഷ്, ലൈക്ക് യു നോ ഐ എം അൾട്രാ ബുള്ളിഷ് ഓൺ ക്രിപ്റ്റോ. ബിക്കോസ് സി ഇപ്പോൾ ഇന്റർനെറ്റ് വന്നപ്പോൾ ഇന്റർനെറ്റ് വാസ് എ ഹ്യൂജ് തിങ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു തേർഡ് പാർട്ടി ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് വേറൊരാൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻഫർമേഷൻ അയക്കാൻ ഒരു വീഡിയോ ആണ് ഇന്റർനെറ്റ് തുറന്നു വന്നത്. ലൈക്ക് ഇറ്റ് ഗേവ് us that option. ആൻഡ് അത് ലോകം തന്നെ എങ്ങനെ ബിസിനസ് എങ്ങനെ ചെയ്തിരുന്നു ഇതെല്ലാം മാറി മറിഞ്ഞു ഇന്റർനെറ്റ് വന്നതിന് ശേഷം. എനിക്ക് തോന്നുന്നു അതിനുശേഷം ആ ഒരു ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടെക്നോളജി ക്രിപ്റ്റോ ആണ്. നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഫർമേഷൻ അല്ല, പക്ഷെ വാല്യൂ, നമുക്ക് മണി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ ഈ നമ്മള് 2000-ന് മുമ്പ് ഇന്റർനെറ്റിനെയും പല ആൾക്കാർ കളിയാക്കുകയും ഇതൊക്കെ നടന്നിരുന്നു. പക്ഷെ ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്റർനെറ്റ് നോക്കിയാലും 2000-ന് ശേഷം നമ്മളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഡയലപ്പ് ഒക്കെ ആയിരുന്നു, കഷ്ടപ്പെട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എവറിത്തിങ് ഇസ് ലൈക്ക് 4G, ഇപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ 5G വരും, ബ്രോഡ്ബാൻഡ് എല്ലാം ആയി അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ക്രിപ്റ്റോ ഇപ്പോഴും ആ ഒരു ഡയലപ്പ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്കൊരു നെക്സ്റ്റ് ഒരു 5 to 10 years ഐ തിങ്ക് ആ ഒരു ഡയലപ്പ് ടു ബ്രോഡ്ബാൻഡ്, ആ ഒരു ഇന്റർനെറ്റിന് ഉണ്ടായിരുന്ന ലെവലിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഞാൻ പേഴ്സണലി ക്രിപ്റ്റോയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഒരുപാട് പ്രൊജക്ടുകൾ ക്രിപ്റ്റോനെ ഫാസ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളറിയാതെ തന്നെ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ റീസെന്റ് ഫ്ലിപ്കാർട്ടിന്റെ പുതിയ ലോയൽറ്റി പ്രോഗ്രാം, അതായത് നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ ഉള്ളൊരു കോയിനും കാര്യങ്ങളൊക്കെ, അത് ഇപ്പോ ഇനി പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇവഞ്ച്വലി ബിക്കോസ് അതിനൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കാം, അതിന് കൂടുതൽ ഒതന്റിസിറ്റി ഉണ്ടാക്കാം, ഇത് ആരുടെ അടുത്ത് എന്താണെന്നുള്ളതിന് കൂടുതൽ ഇത്തിരി കൂടി ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കാം. സോ ഇവഞ്ച്വലി ഒട്ടുമിക്ക വലിയ കോർപ്പറേറ്റ്സും എന്തെങ്കിലും ഒരു രീതിയിൽ they will get on to blockchain. So I think ആ ഒരു റിയൽ വേൾഡ് യൂസ് കേസ് ആൻഡ് ആ ഒരു ഈസ് ഓഫ് യൂസ് അതൊക്കെ വന്നു കഴിയുമ്പോൾ it will be part of everyone's life in one way or the other. So I'm very I can see ultra bullish. കാശ് ഉണ്ടാക്കാന്നുള്ളത് is one thing, but I think more than that as a technology, right, I'm very looking forward ഇതിന്റെ ഒരു how it going to evolve over the next 5-10 years. അപ്പം നമ്മുടെ ഈ ഏറ്റവും മാർക്കറ്റ് ക്യാപ്പ് ഉള്ള വലിയ കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ബിറ്റ് കോയിൻ, ഇത്തേറിയം, ലൈക്ക് പോളിഗോൺ, അതൊന്നും അല്ലാത്ത
ഈ ഓൾഡ് കോയിൻസ് ഒക്കെ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര പ്രോസ്പെക്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓൾഡ് കോയിൻ ഉണ്ടോ? അവനൊരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും അല്ല, ജസ്റ്റ് ഞാനൊരു ക്യൂരിയോസിറ്റി. ഓണസ്റ്റ്ലി മേ ബി ഈ വർഷം ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല, ബിക്കോസ് ഒന്നാമത് കമ്പനി സെറ്റ് ചെയ്യുന്നതിന്റെ തിരക്കും കാര്യങ്ങളും. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഐ സ്റ്റിൽ ലൈക്ക് ടു സീ മൈസെൽഫ് ആസ് എ ട്രേഡർ. ഞാൻ ടെക്നിക്കൽ ട്രേഡറാണ് ഫണ്ടമെന്റലി. ഐ ഡോണ്ട് റിയലി ഞാൻ അധികം ഫോക്കസ് ചെയ്യാത്ത രീതിയാണ്. ലൈക്ക് ഐ ട്രേഡ് ചാർട്ട്സ്. ലൈക്ക് ഇപ്പോൾ ഒരു ചാർട്ട് എന്താണ് കാണുന്നത്, ഇഫ് ചാർട്ട് ഇസ് ബുള്ളിഷ് ഐ ബൈ ഇറ്റ്, ഇഫ് ചാർട്ട് ഇസ് ബെയറിഷ് ഐ ഷോർട്ട് ഇറ്റ്. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സോ ചെറിയ പുതിയ ഈ വർഷം വന്നിട്ടുള്ള പല പുതിയ പ്രൊജക്ട്സും എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല, ബട്ട് എനിക്കതിന് ഇവിടെ ഇരുന്ന് പറയാൻ മാത്രമുള്ളൊരു അറിവ് കറന്റ്ലി എനിക്കില്ല. മേ ബി പൊട്ടൻഷ്യൽ കാണുന്ന ഒരു പ്രൊജക്ട് അഗെയിൻ ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട്. എത്ര പുതിയതൊന്നുമല്ല, ഞാൻ ടോപ്പ് 10-15 തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള ബ്ലോക്ക് ചെയിൻസിന് ഡേറ്റ തരിക എന്നുള്ള ഒരു യൂസ് കേസ് ആണ് അതിനുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു എത്തിയിലെത്തുമ്പോൾ ഒരു കാര്യം ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിയൽ വേൾഡ് എന്നൊരു ഡേറ്റ വേണം. അതായത് ഇന്ന് ഗോൾഡിന്റെ പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ വേറൊരു അസറ്റിന്റെ പ്രൈസ് എത്രയാണ്, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ എത്രയാണ്. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയാണ് ചെയിൻ ലിങ്ക് ബിൽഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദേ ആർ വെരി ഫാർ അവേ ഫ്രം ബാക്കി എല്ലാ കോമ്പറ്റീഷനും. ലൈക്ക് ദേ വെരി വെരി അഹെഡ് ഓഫ് ഓൾ ദി അതർ കോമ്പറ്റീഷൻ. സോ ഞാൻ ഗ്രോത്ത് പെർസ്പെക്റ്റീവിലല്ല സംസാരിക്കുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം എ യൂസ് കേസ് പെർസ്പെക്റ്റീവ് ആസ് ക്രിപ്റ്റോ ഡെവലപ്സ്, ഐ തിങ്ക് ചെയിൻ ലിങ്ക് വിൽ ഹാവ് എ മേജർ റോൾ ടു പ്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് കാണുന്ന ഒരു ഓൾഡ് കോയിൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ഭയങ്കര ജോക്കായിട്ട് തോന്നിയ ഒരു മീം കോയിൻ പറയാമോ? ഈ സ്കാം കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോയിനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതുപോലെ ഏതെങ്കിലും ഭയങ്കര ജോക്കായിട്ട് തോന്നി? ബിഗസ്റ്റ് ജോക്ക് വാസ് എനിവേ ഡോജ്. ലൈക്ക് അതിനെ ഡോജിനെ വെട്ടിക്കാൻ ഐ ഡോണ്ട് റിയലി തിങ്ക്, ബിക്കോസ് when Elon Musk himself they turned it into a joke, right? That was the whole point. ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 സെഞ്ച്വറിയിൽ ഏറ്റവും റിട്ടേൺസ് തന്ന ഒരു അസറ്റ് ക്ലാസ് എന്നോ എന്ത് വേണേ വിളിക്കുക, അതാണ് ഈ സോ ആൻഡ് എല്ലാവരും they were surprised. And ഇപ്പോ ഹെഡ്ലൈൻസ് ഒക്കെ വരുമ്പോ യൂഷ്വലി ഇറ്റ്സ് BTC എത്തീരിയം എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് എഴുതുക ന്യൂസ് പേപ്പേഴ്സ്. ആ ഒരു സമയത്ത് എല്ലാം ഇപ്പൊ ഡോജ് ബിറ്റ് കോയിൻ ആൻഡ് എത്തീരിയം ലൈക്ക് ആ ഒരു ലെവലിലേക്ക് പോയില്ലേ. ഐ തിങ്ക് പിന്നെ ഒരുപാട് പുതിയ പ്രോജക്ട്സ് പുതിയ മീം ടോക്കൻസ് വന്നെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ആ ഒരു സ്കെയിലില് നോ വൺ റിയലി മാനേജ് ടു ഡു റൈറ്റ്. ജോക്ക് വന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ബുള്ളിഷ് ആണെന്ന് വെക്കുക, ഒരാൾ ഇപ്പോൾ ക്രിപ്റ്റോയിൽ ഒരുപാട് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ നോളജ് ഒന്നും ഒരുപാട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് ആ ഒരു ടെക്നോളജിയുടെ ഒരു ഐഡിയ എനിക്ക് കിട്ടി, എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ഉണ്ടെന്ന്. എന്നാൽ പോലും ഇവിടെ ഒരുപാട് ഫ്രോഡുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യും? ഇപ്പം അതിപ്പോൾ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഉള്ളിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നമുക്ക് സാധാരണ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്രോഡുകൾ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയും അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ നടക്കുന്ന ഫ്രോഡുകളാണ്. അതിൽ അപ്പോൾ അവർ തന്നെ ഒരു ഫേക്ക് വെബ്സൈറ്റ് സെറ്റ് ചെയ്യുക, അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യിപ്പിക്കുക, പിന്നെ അതിൽ നിന്ന് ഫണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറയുക. അങ്ങനെ അതാണ് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പേഴ്സണലി കേൾക്കുന്ന ഒരു മെയിൻ പരിപാടി. ഐ തിങ്ക് നിങ്ങൾ ഒരാളും ക്രിപ്റ്റോ റിലേറ്റഡ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യം നോക്കേണ്ടത് അവർ റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇന്ന് ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത നാളെ ഇത്ര കിട്ടാം എന്ന് പറയുന്നുണ്ടോ. 2 ഇത് നഷ്ടം വരില്ല എന്നൊരു വാഗ്ദാനം അവർ തരുന്നു. 100% ഗ്യാരണ്ടി. ഇത് ഒരിക്കലും താഴെ പോവില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഭീമമായ കമ്മീഷനോ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതൊക്കെയാണ് ഒരു ഫ്രോഡുകളുടെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഫ്രോഡുകളുടെ ഒരു മെയിൻ ക്യാരക്ടർ. എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എസ്പെഷ്യലി FTXന്റെ ഒരു ഇഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ വോൾഡിന്റെ ഒക്കെ ഇഷ്യൂവിന് ശേഷം ഒരുപാട് എക്സ്ചേഞ്ച് ട്രാൻസ്പെറന്റ് അല്ലാതിരുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ബാങ്കിന് കാശ് കൊടുക്കുമ്പോൾ അവിടെ ഒരു RBI ഉണ്ട്. അത് ബാങ്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്,
നോക്കാനും അതിന് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാൻ. പക്ഷെ എക്സ്ചേഞ്ചിന് നമ്മൾ എത്ര കൊടുത്താലും അതിനോട് ചെക്ക് ചെയ്യാൻ ഒരാളില്ല അല്ലേ. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കറന്റ്ലി ഒരു വർഷം അല്ലെങ്കിൽ എൻടേക്സിന്റെ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം പ്രൂഫ് ഓഫ് റിസർവ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഭയങ്കര ഫേമസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കാശ് അവരിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോ എന്താണ് പ്രൂഫ് ഓഫ് റിസർവ് അവരുടെ എക്സ്ചേഞ്ച് അത് റിസർവ് ചെയ്ത് വെക്കുന്നുണ്ടോ? അതെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ CoinDCX അല്ലെങ്കിൽ ബൈനാൻസ് ഇവരൊക്കെ അവരുടെ വാളറ്റ്സ് എക്സ്പോസ് ചെയ്തിട്ട് അവരിൽ എന്തോരം ഉണ്ട് നമുക്ക് ബ്ലോക്ക് ചെയിനിൽ പോയി വെരിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത എക്സ്ചേഞ്ചസ് മേ ബി ഐ ഡോണ്ട് നോ ലൈക്ക് ദേർ ഇസ് എ റെഡ് ഫ്ലാഗ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ്. സോ ദാറ്റ് ഇസ് സംതിങ് ആൾക്കാർക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ അസറ്റ് അവരെന്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ലെൻഡിങ് ആണോ അല്ലെങ്കിൽ അതിൽ ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫൗണ്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോയിനുകളൊക്കെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഇത് ആരാണിത് ക്രിയേറ്റ് ചെയ്തത്, ഇതിന്റെ ടീം എന്താ, ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇവര് കുറെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന് കാശ് കൊടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആൻഡ് ഇൻഫ്ലേറ്റ് ദ വാല്യൂ. അപ്പൊ അവരുടെ കയ്യിലുള്ള ടോക്കൺ അതിനുശേഷം അവർ സെൽ ചെയ്യും ആ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു പോയിന്റിൽ വാങ്ങുന്നവരെല്ലാം അത് ഒന്നുമില്ലാണ്ടാവും. സോ ഇതൊക്കെയാണ് ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെ സ്കാമുകളുടെ. സോ ഐ തിങ്ക് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ലൈ യുവർ ബ്രെയിൻ എന്ത് കാണും. ഓക്കെ അപ്പോൾ ഭയങ്കര ഒഫെൻസീവായിട്ട് എനിക്ക് ഒരു ഫൗണ്ടറിനോട് മാത്രമേ ഇങ്ങനെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യയിലിരുന്ന ഒരാൾ, അയാൾ യൂട്യൂബിൽ കയറിയിട്ട് എന്നാൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വന്നിട്ടുള്ള മേജറായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിട്ടുള്ള പല ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോംസും ചിലത് പൂട്ടിപ്പോയി ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടു. അത് ഇന്റർനാഷണൽ ലെവലിൽ എടുത്താലും ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ട് ബിറ്റ്സേവ് ഒരു സ്കാം അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണം? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അത് തന്നെയാണ് അതിനുള്ള ഉത്തരം അല്ലെ. നമ്മള് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം തന്നെ പറയും ലൈക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് താഴെ പോവാം അല്ലെ. അതേപോലെ തന്നെ ഈവൻ കമ്മീഷൻ വേറെ ആള് നിങ്ങളെ ചേർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭീമമായ ഒരു കമ്മീഷനോ അങ്ങനെ ഒന്നും നമ്മൾ ഫ്രണ്ട് കൊടുക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സ് എല്ലാം നമ്മളെല്ലാം പബ്ലിക് ആണ്. ലൈക്ക് ഒരാളും മുഖംമൂടി വെച്ചിട്ടിരിക്കുന്നില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ്, ഈവൻ ഇപ്പൊ ഞങ്ങളുടെ പല ആൾക്കാർ ഇപ്പൊ ഗൂഗിൾ ചെയ്താൽ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്ത കാര്യങ്ങളുടെ പല ഡീറ്റെയിൽസും കാണാം. ഈവൻ 2017 ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ ഫ്രോഡ് ലൈക്ക് ഗെയിൻ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ലൈക്ക് സം 5,000 crores എന്താണോ ഒരു സ്കാം ചെയ്തത്. അത് ആദ്യമായിട്ട് എക്സ്പോസ് ചെയ്തത് നമ്മളാണ്. നമ്മളതൊരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് ഓൾ ഓവർ ദ മീഡിയ, റൈറ്റ്? സോ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൂഫ് ഓഫ് റിസർവ്സ് ഐ ഡോണ്ട് തിങ്ക് എക്സ്ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. ആ സ്കാമിന്റെ പേരെന്താണ്? ഗെയിൻ ബിറ്റ്കോയിൻ. പിന്നെ ഈ ഒരു സ്റ്റേജിലുള്ള എന്റെ അറിവില് ഈ ഒരു സ്റ്റേജിലുള്ള ഒരു സ്റ്റാർട്ടപ്പും പ്രൂഫ് ഓഫ് റിസർവ്സ് ചെയ്യുന്നില്ല. അതായത് നമ്മള് ജസ്റ്റ് 1 year old കമ്പനി, റൈറ്റ്? നമ്മൾ ഭയങ്കര ചെറിയൊരു സ്കെയിലാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ സോ ദാറ്റ് വി ഡിഡ് ഇറ്റ് വെരി ഫസ്റ്റ് ഇറ്റ്സെൽഫ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരാൾ കാശ് തരുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ എനിക്ക് അവരുടെ ഒരു ഹാർഡ് ഏൺ മണി തന്നതിന്റെ പേരിൽ അവർക്ക് ഉറക്കം എഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. വി ഷുഡ് മേക്ക് ദം ഫീൽ സെക്യൂർഡ്, റൈറ്റ്? അപ്പൊ നമ്മള് സോ ഏർലി ലൈക്ക് നമ്മുടെ അടുത്ത് എന്തോ ഇന്ന് ആസ് വി സ്പീക്ക് വി ക്രോസ് $100,000 ഇൻ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്. സോ നമ്മൾ എനിക്ക് തോന്നുന്നു 15,000 or 20,000 ആവുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. വി വർ ഷോയിങ് പീപ്പിൾ ആൻഡ് അതിന് വലിയൊരു റിസ്ക് ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം. ബിക്കോസ് ആൾക്കാർ വരുമ്പോൾ അയ്യോ ഇവരിൽ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. ബട്ട് വി ടുക്ക് ദാറ്റ് റിസ്ക്, റൈറ്റ്? വി വർ ലൈക്ക് ഓക്കെ ഇറ്റ്സ് ഓക്കെ ബട്ട് വി വാണ്ട് ടു ബി ട്രാൻസ്പെറന്റ് ആസ് മച്ച് ആസ് പോസിബിൾ. സോ like I think I can confidently say that ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം it's difficult to find in crypto. So yeah, that is why you can trust Bitsave. And again it's a long term play. ഇപ്പൊ നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങളെ കാശുകാരാക്കാന്ന് ഇവിടെ ആരും ഒരാളും Bitsave വന്നിട്ട് നിങ്ങളടുത്ത് പറയില്ല. നമ്മൾ we are thinking long term, right? ഇത് ബിസിനസ് സ്ലോലി ബിൽഡ് ചെയ്ത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് that is how we want to grow it. Yeah.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്രിപ്റ്റോയിലും ട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സാക്കിൽ പറയുന്ന കേട്ടിട്ട് ബിറ്റ്സേവും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരാൾ, ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരാളല്ല, ഒരു ഇപ്പോൾ ടെക്നോളജി ഒന്നും അത്ര നന്നായിട്ട് അറിയാത്ത 60 വയസ്സുള്ള എൻ്റെ ഒരു അങ്കിളിൻ്റെ പ്രായമുള്ള ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ബിറ്റ്സേവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അവർ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ആപ്പ് സ്റ്റോറിലാണെങ്കിലും ബിറ്റ്സേവ്, ബിറ്റ്സേവ് പ്ലേ സ്റ്റോറിലാണെങ്കിലും അവൈലബിൾ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് നോർമൽ ഫോൺ നമ്പർ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം. ഒരു ബേസിക് KYC ഉണ്ട്. ഇപ്പോൾ ഒരു നോർമൽ ഏതൊരു ഫൈനാൻഷ്യൽ ആപ്പിലും ചെയ്യുന്ന പോലെ ആധാർ, പാൻ, സെൽഫി ആൻഡ് ഇതൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. സോ നിങ്ങൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് അപ്രൂവ് ആവും. അതിനുശേഷം നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 എൻട്രി ചെയ്യുക. അത് നിങ്ങളെ UPI ആപ്പിൽ മിനിമം എമൗണ്ട് ഉണ്ടോ? മിനിമം ഇൻഡെക്സ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 5,000 ആണ്. 5,000 ആണ് മിനിമം. ഹൈബ്രിഡ് മറ്റേ ക്രിപ്റ്റോ പ്ലസ് ഗോൾഡിൽ വരികയാണെങ്കിൽ 1,000. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 1,000. ഇപ്പൊ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് എൻ്റർ ചെയ്യുക. അത് ഇപ്പൊ നമ്മൾ UPI വരെ ലിങ്ക്ഡ് ആണ് ബിറ്റ്സേവിൽ. സോ യു ക്യാൻ ഭയങ്കര എളുപ്പത്തിൽ തന്നെ യു ക്യാൻ ഡെപ്പോസിറ്റ് 10,000 ഓർ വാട്ട് എവർ എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിറ്റ്സേവ് വാളറ്റിലേക്ക് ലോഡ് ആവും. ഇനി ആ വാളറ്റ് ബാലൻസ് വെച്ചിട്ട് ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഈ ഹൈബ്രിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, വിച്ച് എവർ യു വാണ്ട് യു ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ്. ഈ ആനുവൽ ചാർജസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ആനുവൽ ചാർജ് 1.5% ആണ് ഞങ്ങളുടെ എക്സ്പെൻസ് റേഷ്യോ. 1.5%. ഐ തിങ്ക് ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇറ്റ്സ് എ ബിറ്റ് ലോവർ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ US-ൽ there is a company doing the same thing. ഇപ്പോൾ അവർ ചാർജ് ചെയ്യുന്ന 2 to 2.5% ഒക്കെയാണ് വരുന്നത്. സോ വി വർ ലൈക്ക് ഓക്കെ ലെറ്റ്സ് നമ്മൾ വിൽ കീപ് ഇറ്റ് ലോവർ ദാൻ എവറിബഡി എൽസ്. ബിറ്റ്സേവിന് ആരെങ്കിലും എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ? അതായത് നമുക്ക് ആരെങ്കിലും റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ സെബി റെഗുലേറ്റ് ചെയ്യുന്ന പോലെ പോസിബിൾ ആണോ? പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ വി ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിലും നമുക്ക് ഒരാളടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ആൻഡ് ഐ തിങ്ക് ഈവൻ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ദേ ആർ ഓൾസോ ഫിഗറിംഗ് ഔട്ട് ആര് ഏത് ബോഡി ചെയ്യണം എന്താണെന്നുള്ളത്. സോ ഇന്ത്യയിൽ യു ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെബിയുടെ ഗൈഡ് ലൈൻസ് അല്ലെന്നുണ്ടെങ്കിൽ UAE-യിലുള്ള റെഗുലേറ്ററിന്റെ ഗൈഡ് ലൈൻസ്, സിംഗപ്പൂരിലുള്ള റെഗുലേറ്റേഴ്സിന്റെ ഗൈഡ് ലൈൻസ്, ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് ഇതിന് നമുക്ക് എന്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ബിസിനസ്സിലേക്ക് ട്രാൻസ്പെറൻസി ആണെങ്കിലും ഡിസ്ക്ലോഷർ ആണെങ്കിലും, അതായത് സെബിയുടെ ഒരു ഗൈഡ് ലൈൻ ആണല്ലോ, ഇതിന്റെ റിസ്ക് എല്ലാം അപ്ഫ്രണ്ട് തന്നെ ആൾക്കാരോട് പറയണം അല്ലെ. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾ സെൽഫ് റെഗുലേറ്ററി ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇതിനുള്ളൊരു റെഗുലേറ്ററി ലൈസൻസ് അക്വയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പോലെ ഒരു കാര്യത്തിന് റെഗുലേറ്റഡ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ പ്രോബ്ലി നെക്സ്റ്റ് ഇയറിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് നമ്മളൊരു അജണ്ട ആ ഒരു ലൈസൻസ് ഇപ്പോൾ എനിക്ക് ഏതാണ് കൺട്രി ഏതാണ് ജൂറിസ്ഡിക്ഷൻ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല. പ്രോബ്ലി ബൈ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ we want to become a fully licensed regulated fund. Right, so അതിനുള്ള കാര്യങ്ങൾ we have already started, but as of now it's just self regulated. ഓക്കെ, അപ്പോൾ നമുക്ക് ബിറ്റ്സേവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഉള്ള ആൾക്കേ പറ്റുള്ളൂ അതോ വേറെ രാജ്യത്ത് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാമോ? ഈവൻ നമുക്ക് ബ്ലൂംബർഗിന്റെ ഏഷ്യയിൽ ഫുൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. ലൈക്ക് anyone from Asia can get in. So we have started with some 20 countries in Asia. So including India, UAE, Thailand, New Zealand, Australia. So that is how the situation. അപ്പോൾ ഇവിടെ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിത് വിഡ്രോ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണ്? വിഡ്രോ ചെയ്യണം, ഞാനിപ്പോൾ കുറച്ചാൾ ഇൻവെസ്റ്റ് ചെയ്തു, 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ സെയിം പ്രോസസ്. യു സെൽ ഇറ്റ്, യു ടേക്ക് ഇറ്റ് ബാക്ക് ടു ദ ബാങ്ക്. അതിന് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളതൊരു ആ ഇൻഡെക്സ് ഫണ്ടായിട്ട് തന്നെയാണോ സെല് ചെയ്യുന്നത് അതോ നമുക്ക് സെപ്പറേറ്റ് കോയിൻസ് സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇപ്പം നമ്മൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഈ ഫണ്ടിന്റെ യൂണിറ്റ്സ് ആണ്, ഇൻഡിവിജ്വൽ ക്രിപ്റ്റോ അല്ല. ആ യൂണിറ്റ്സിന്റെ അണ്ടർലൈൻ മൾട്ടിപ്പിൾ അസറ്റ്സ് ഉണ്ടാവും. ബട്ട് വാട്ട് യു എസെൻഷ്യലി ഗെറ്റ് ഇസ് ആ ഫണ്ടിന്റെ യൂണിറ്റ്സ്.
സോ സെല് ചെയ്യുമ്പോഴും ആ യൂണിറ്റ്സ് യു സെൽ ഇറ്റ് ബാക്ക് ടു അസ്. ഇപ്പൊ നമ്മൾ ആ യൂണിറ്റ്സ് നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് വി ഗിവ് യു വാട്ട് എവർ മണി. സോ ഇൻഡിവിജ്വലി ബിറ്റ് കോയിൻ വിഡ്രോ ചെയ്യാനോ എത്തീരിയം വിഡ്രോ ചെയ്യാനോ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളത് ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു റെഗുലേറ്ററി പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു റെഗുലേറ്റർ നോക്കുമ്പോൾ ക്രിപ്റ്റോ ആസ് എ അസെറ്റ് പല റെഗുലേറ്റേഴ്സും കംഫർട്ടബിൾ ആണ്, പക്ഷെ ക്രിപ്റ്റോ ആസ് എ കറൻസി പലരും കംഫർട്ടബിൾ അല്ല. ഇവിടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അവർ അതിനെ വിളിക്കുന്നത് വെർച്വൽ ഡിജിറ്റൽ അസെറ്റ് എന്നാണ്, വെർച്വൽ ഡിജിറ്റൽ കറൻസി എന്നല്ല. മനസ്സിലായോ? ബിക്കോസ് കറൻസി ആകുമ്പോൾ അതിന് കുറെ പ്രോബ്ലംസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് വേറൊരു പെർസ്പെക്റ്റീവായി മാറും, അത് പാരലൽ എക്കണോമി ആയിട്ട് മാറും. സോ അതും നമ്മളെ ഒരു ലോങ് ടേം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് മോർ അലൈൻഡ് വിത്ത് ഇപ്പോൾ റെഗുലേറ്ററി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ദാറ്റ് നമ്മളിങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ബിറ്റ്സേവിന് ഇപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചാൽ അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അതോ ഇൻഷുറൻസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഐ തിങ്ക് ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് വി ഹാവ് ടു ഫാക്ടർ ഇൻ, റൈറ്റ്? ഒന്ന്, ക്രിപ്റ്റോ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ദർ ഇസ് എ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ഹാക്ഡ്. ഇപ്പോൾ നമ്മളെല്ലാ രീതിയിലും ഒരു യൂറോപ്യൻ ഒരു ലൈസൻസ്ഡ് കസ്റ്റഡി പ്രൊവൈഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈനാൻസ് ദ ലാർജസ്റ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഇൻ ദ വേൾഡ്, റൈറ്റ്? അവര് ഫണ്ട് വെക്കുന്ന സെയിം കസ്റ്റഡി സൊല്യൂഷനിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. സോ അതെല്ലാം കോൾഡ് സ്റ്റോറേജും ആണ്. ഇപ്പൊ പല ഹാക്കും നടക്കുന്നത് കുറച്ച് എക്സ്ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഫുള്ളി കോൾഡ് സ്റ്റോറേജിൽ വെക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊക്കെ ഹോട്ട് വാളറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള വാളറ്റ്സ്, കോൾഡ് ഇന്റർനെറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാത്ത വാളറ്റ്സ്. അപ്പോൾ പല ഹാക്സ് നടക്കുന്നത് ഈ ഹോട്ട് വാളറ്റ് വഴിയാണ്. ബട്ട് നമ്മൾ ആ ഒരു റിസ്ക്കും റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 100% അസറ്റ്സും കോൾഡ് വാളറ്റ്സിൽ തന്നെയാണ് നമ്മൾ. കോൾഡ് വാളറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വാങ്ങിച്ചിട്ട് നമ്മളൊരു ഡിവൈസിലാക്കിയിട്ട് അത് ഇന്റർനെറ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറ്റി വെക്കുന്നു. നമ്മളായിട്ടല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ യൂറോപ്പിലെ ലൈസൻസ് പ്രൊവൈഡർ അവരാണ് ആ ഇൻഫ്രാ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൺട്രോളിലാണ് അത്. സോ നമ്മൾ അവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരെ ഡിവൈസസിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. സോ നമ്മൾ പോസിബിലിറ്റീസ് എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അഗെയിൻ ദർ ഇസ് സ്റ്റിൽ റിസ്ക്, റൈറ്റ്? ഇപ്പോൾ ദർ ഇസ് നത്തിങ് 100% റിസ്ക് ഫ്രീ ആയിട്ടൊന്നുമില്ല. സോ എന്തെങ്കിലും ഈ കോൾഡ് വാളറ്റിന് സംഭവിച്ചു കഴിഞ്ഞാൽ കവർ ചെയ്യാൻ വേണ്ടി ഒരു 25 million ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. അനദർ പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബിറ്റ്സേവിന് എന്തെങ്കിലും ആസ് എ കമ്പനി സംഭവിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല എക്സ്ചേഞ്ചസും ഇപ്പോൾ എന്താ പറയുക, ലെറ്റ്സ് സേ വി ഡിസൈഡ് ടു ഡിസ്കണ്ടിന്യൂ ടുമോറോ, റൈറ്റ്? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി ലൈക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തീർന്നു, ലൈക്ക് ഇപ്പൊ നമ്മളുടെ എംപ്ലോയീസിന് കാശ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല. സോ മേ ബി യു ഫയൽ ഫോർ ബാങ്ക്രപ്സി, റൈറ്റ്? ഈ ഒരു കേസിൽ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ഹിയർ ഇസ് ദാറ്റ് നമ്മളുടെ ഫണ്ടും കസ്റ്റമർ ഫണ്ടും അല്ലെങ്കിൽ ക്ലൈന്റ് ഫണ്ട്സും നമ്മൾ ഒരു പോയിന്റിലും മിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മളുടെ ബുക്സിൽ ഒരിക്കലും വരുന്നില്ല. അതൊരു ഫണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ബുക്സിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ കമ്പനി അക്കൗണ്ട്സിൽ വരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ പ്രൂഫ് ഓഫ് റിസർവ്സിന്റെ ആ ഒരു പ്രസക്തി മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ തരുന്ന ഒരു രൂപ പോലും നമ്മുടെ ഒരു കമ്പനിയുടെ ആവശ്യത്തിനോ പേഴ്സണൽ ആവശ്യത്തിനോ യൂസ് ചെയ്യുന്നില്ല എന്ന് യു ക്യാൻ ബി ഷുവർ, ബിക്കോസ് ദാറ്റ് ഇസ് കെപ്റ്റ് സെപ്പറേറ്റ്ലി. ഇപ്പൊ നാളെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിലും സാധാരണ മ്യൂച്വൽ ഫണ്ടിന് ചെയ്യുന്ന പോലെ തന്നെ ആ ഫണ്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ദ സെയിം പ്രോസസ് ബിറ്റ്സേവിൽ നടക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇതൊരു 100% റിസ്ക് ഫ്രീ ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല ക്രിപ്റ്റോ ആയതുകൊണ്ട് തന്നെ. ബട്ട് വി ഹവ് പുട്ട് ഇൻ ഓൾ ദ മെഷേഴ്സ്. ഒരു ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷേഴ്സ് വി ഹവ് ഓൾറെഡി പുട്ട് ഇൻ. ഇൻഷുറൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സെപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഈ ക്രിപ്റ്റോയുടെ റെഗുലേഷൻസിനെ പറ്റിയൊക്കെ ഇപ്പോൾ നമ്മളിപ്പം കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ രാജ്യത്തൊക്കെയുള്ള ഇപ്പോൾ US പോലത്തെ രാജ്യത്തൊക്കെയുള്ള മൈക്കിൾ സെയിലറൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം US എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, അവിടെ പോയി താമസിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യൻസിന് അത് അത്ര ഒരു പോസിബിൾ ആയിട്ടൊരു സൊല്യൂഷൻ അല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ക്രിപ്റ്റോ റെഗുലേഷൻസ് എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കാം?
ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആക്ച്വലി ഒന്നും ഉണ്ടായില്ല. ലൈക്ക് ലിറ്ററലി ഒരു രീതിയിലുള്ള ഒരു അക്നോളജ്മെന്റ് ആകെ എനിക്ക് തോന്നുന്നു 2014 2013 RBI ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് ഇങ്ങനൊരു ലീഗൽ ടെൻഡർ 2018 പറഞ്ഞതാണ്. 2013 ഒരു കോഷൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു പുതിയൊരു ടെക്നോളജി ഉണ്ട്, ഇത് ഞങ്ങളായിട്ട് എൻഡോസ് ചെയ്യുന്നില്ല, നിങ്ങളായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അവര് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളൊരു സർക്കുലർ. അത് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ 2023 അല്ലെങ്കിൽ 24 ആവുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഇൻകം ടാക്സ് ഓൾറെഡി ഇതിനൊരു സെക്ഷൻ ഉണ്ടാക്കി. ITR-ൽ ഇതിനൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് അത് ഫെയർ ആണോ അല്ലയോ എന്നുള്ളത് ഡിഫറെന്റ് ഡിബേറ്റ്. I think over time പലതും അമെൻഡ് ചെയ്ത് it will become better, but the matter of fact is that ഒരു സെക്ഷൻ ഉണ്ട്, that is there, and ഇപ്പോ അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാളെ ഇതിനൊരു ഫ്യൂച്ചർ കാണാത്ത ടെക്നോളജിക്ക് അവർ ഇത്രയും എഫേർട്ട് ഇട്ട് അതിനൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. That is one, at least from ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ I think that is important. പിന്നെ നമ്മൾ കമ്പനി പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ നാളെ ഒരാൾക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും there are some guidelines now. For example, ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതിലൊരു ഇപ്പൊ ബാങ്കുകളൊക്കെ അതിന്റെ അണ്ടറിൽ വരുന്ന എൻറ്റിറ്റീസ് ആണ്. അതേപോലെ തന്നെ എല്ലാ ക്രിപ്റ്റോ എൻറ്റിറ്റീസും ഇപ്പോൾ ഇറ്റ് കംസ് അണ്ടർ ദിസ് ആക്ട്, which basically means that ഇപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് അവർ ചെയ്യേണ്ട സെയിം ലെവൽ ഓഫ് KYC സ്ക്രൂട്ടണി അതെല്ലാം ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഇപ്പോൾ ഫോളോ ചെയ്യണം ബൈ ലോ. അത് ഇറ്റ്സ് എ റിക്വയർമെന്റ് ബൈ ലോ. അത് കൂടാതെ ഇന്ത്യൻസിനെ സെർവ് ചെയ്യുന്ന എല്ലാ ക്രിപ്റ്റോ കമ്പനീസും ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള യൂണിറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് സസ്പീഷ്യസ് ട്രാൻസാക്ഷനും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടന്നാലും അവർക്ക് ഒരു റെഗുലർ റിപ്പോർട്ടിംഗ് നടത്താം. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കുറെ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇറ്റ് ഈസ് ദെയർ. ഇനി വേണ്ടത് നമുക്കൊരു പെർട്ടിക്കുലർ ബില്ലാണ്. ഇപ്പോ പല കാര്യത്തിനും ഉള്ള പോലെ ക്രിപ്റ്റോ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് വേണ്ടത്. ഈവൻ അതിനാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യ വാസ് നമ്മള് G20 പ്രസിഡൻസി ഇന്ത്യക്കായിരുന്നു ഈ വർഷം വരെ. അപ്പോൾ ഇന്ത്യ took a lot of effort because I think they are thinking in the right direction, because ഗ്ലോബലി എല്ലാവരെയും ഒരുമിച്ച് അങ്ങനെ കൊണ്ടുവരാമെന്നാണ് ചിന്തിക്കുന്നത്. അതായത് ബിക്കോസ് ഐ തിങ്ക് ഇത് ഒരു കൺട്രി മാത്രമായിട്ട് ഇതിങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. ബിക്കോസ് ഇറ്റ് ഈസ് എവരിവെയർ. ഇപ്പൊ ഇന്ത്യൻ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബിറ്റ് കോയിൻ ഇല്ലല്ലോ, ബിറ്റ് കോയിൻ ഇസ് എവരിവെയർ. സോ അവര് നോക്കിയിരുന്നത് ഗ്ലോബലി എല്ലാവരെയും ഒരുമിച്ചൊരു കാര്യത്തിനെ എങ്ങനെ അഗ്രി ചെയ്യിപ്പിക്കാം. സോ ദാറ്റ് ഡേറ്റ ഷെയറിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾക്കല്ലേ. അപ്പൊ ഒരു എഫേർട്ട് ഇട്ടു, അതിന് ഒരുപാട് റിസർച്ചും ഒരുപാട് കാര്യങ്ങളും നടത്തി. ഫൈനലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അപ്പൊ അവരൊരു പേപ്പർ റിലീസ് ചെയ്തു. ഇതാണ് അവരുടെ അവർ ഇത്രയും നാള് നടത്തിയ റിസർച്ച് ഇതാണ് അവർ മനസ്സിലാക്കിയത്. അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബാനിങ് ഇസ് എ ബാഡ് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഇത് ബാൻ ചെയ്താലും ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു സൈറ്റ് ബാൻ ചെയ്താൽ എന്താ, ഒരാൾ VPN വെച്ചിട്ട് അത് ആക്സസ് ചെയ്യും അല്ലേ. സോ ഇത് നിർത്താൻ പറ്റില്ല. സോ ഇത് ബാൻ ചെയ്ത് അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകുന്നതിനേക്കാളും നല്ലത് യു ഇൻട്രൊഡ്യൂസ് ലൈസൻസിങ്. ഓരോ എൻറ്റിറ്റീസും എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ലൈസൻസിങ്. സോ അതിനൊരു ഫ്രെയിം വർക്ക് പോലെ IMF ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നൗ ഓൾ ദ കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോക്കൽ ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യണം. സോ അതിനുള്ള പ്രിപ്പറേഷൻ പാരലലി ഗോയിങ് ഓൺ. ബട്ട് മേ ബി ഐ തിങ്ക് വി ആർ സ്റ്റിൽ 2 years away from it, എസ്പെഷ്യലി നെക്സ്റ്റ് ഇയർ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് വലിയൊരു ഡെവലപ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ദേ ആർ ആക്റ്റീവ്ലി വർക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരു വേൾഡ് വൈഡ് ക്രിപ്റ്റോയെ ബാൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണല്ലേ. ഇപ്പൊ ക്രിപ്റ്റോ ബാൻ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റിനെ ബാൻ ചെയ്യാം അല്ലെ. ഇപ്പോ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെ ബാൻ ചെയ്യാം, ഏതെങ്കിലും ഒരു ആപ്പിനെ ബാൻ ചെയ്യാം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഒരാൾക്ക് ക്രിപ്റ്റോ ആക്സസ് ചെയ്യാൻ ഇപ്പൊ എന്റെ പേഴ്സണൽ സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ആക്സസ്
ഒരു സെൻട്രലൈസ്ഡ് ഒരു കമ്പനിയുടെ ഹെൽപ്പ് ഇല്ലാതെയും ഐ ക്യാൻ സ്റ്റിൽ ആക്സസ് ക്രിപ്റ്റോ, റൈറ്റ്? അല്ലെങ്കിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് മൈൻഡ് ചെയ്തെടുക്കാം, അല്ലേ? അല്ലെങ്കിൽ എനിക്കത് ഐ ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ഓൺ മൈ ഓൺ പല രീതിയിൽ. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പ്രാക്ടിക്കൽ. ആൻഡ് എനിക്ക് വൺ ഗുഡ് തിങ് ഇസ് ദാറ്റ് ഗവൺമെന്റുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ചില കൺട്രികളൊക്കെ അത് ഈവൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാൻ ചെയ്ത പല കൺട്രികൾ അത് റിവേഴ്സ് ചെയ്ത് പിന്നെയും അതിനൊരു ലീഗൽ സ്റ്റേറ്റസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് സി അൾട്ടിമേറ്റ്ലി ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇന്റർനെറ്റ് വളരുന്നതനുസരിച്ചിട്ട് ഇന്റർനെറ്റിന് തന്നെ ഒരു കറൻസി വേണ്ട ഒരു സിറ്റുവേഷൻ വരും, മനസ്സിലാവും? ബിക്കോസ് എസ്പെഷ്യലി ഇപ്പൊ AI ഒക്കെ വന്നു കഴിയുമ്പോൾ ഇന്റർനെറ്റ് മോഡൽസ് തന്നെ പരസ്പരം ബിസിനസ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും. സോ അവിടെ ഒരാള് ഡോളറോ INR വെച്ചിട്ട് എല്ലാം ട്രാൻസാക്ട് ചെയ്യുക. യു നീഡ് അഗെയിൻ സം കറൻസി ഓഫ് ഇന്റർനെറ്റ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ബാൻ ദിസ്. ആൻഡ് അത് എല്ലാവരും അത് ഫെയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. സോ ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. അപ്പോൾ ക്രിപ്റ്റോയെ പറ്റി വേറൊരു പ്രശ്നം ആളുകൾ പറയുന്നത്, അതായത് ഇത് പ്രോപ്പർലി ഇതിന് നമുക്ക് ഒരുപാട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ചേക്കാം, ടെററിസ്റ്റ് ഉപയോഗിച്ചേക്കാം. ഇതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്തു സാക്കിൽ. എന്നാലും മറ്റു പല അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തും ചെയ്യാൻ, വെപ്പൺ വാങ്ങിക്കുന്നത്, അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അത് ഒരു കൺസേൺ തന്നെയാണോ? അത് കൺസേൺ ആണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് കൺസേൺ ആണ്. ഐ തിങ്ക് നമുക്കുള്ള ഡേറ്റ, ഐ തിങ്ക് ഐ ക്യാൻ ഓൺലി ടോക്ക് ബേസ്ഡ് ഓൺ ദാറ്റ്. നമുക്കുള്ള ഡേറ്റ വെച്ചിട്ട് ഇത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ വോളിയം ആണ് ഇതിനു വേണ്ടി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യപ്പെടുന്നത്. പണ്ട് ഇറ്റ് വാസ് എ ലോട്ട് ഈസിയർ ബിക്കോസ് ഇതിനൊരു റെഗുലേറ്ററി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഇതിനെ കെയർ ചെയ്യുന്നതോ അതൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ഹാക്കായി, ഇമ്മീഡിയറ്റ്ലി അത് ട്രാക്ക് ചെയ്തത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള ഏജൻസീസ് ഉണ്ട്, മനസ്സിലായി? ബിക്കോസ് ഈ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ മിസ്കൺസെപ്ഷൻ. ബിക്കോസ് ഏറ്റവും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ക്രിപ്റ്റോ. ബിക്കോസ് ഞാനിപ്പോ അഫിക്ക് ഒരു ക്രിപ്റ്റോ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് ഒരാൾക്കും എന്തൊക്കെ വിചാരിച്ചാൽ ആ ട്രാൻസാക്ഷൻ റേസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? ഇപ്പൊ ഞാൻ അപ്പിക്ക് ഒരു 10,000 രൂപ തരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. അതായിരിക്കും റെക്കോർഡില്ല ആ ട്രാൻസാക്ഷൻ നടന്നതിന്, അല്ലേ? അപ്പൊ അല്ലെങ്കിൽ കൈ തന്നാലും ട്രേസ് ഓൾവേസ് ദെയർ. പണ്ടില്ലാതിരുന്ന കാര്യം ഇത് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ആരാണ് അത് ക്രിപ്റ്റോ വാങ്ങിച്ച് ആർക്കാണ് വിറ്റത്. അൾട്ടിമേറ്റ്ലി ഇത് എവിടെയെങ്കിലൊക്കെ ഫിയറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമല്ലോ, ഡോളറായിട്ടോ INR ആയിട്ടോ ആയിട്ടോ കൺവേർട്ട് ചെയ്യപ്പെടുമല്ലോ. പണ്ട് അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇന്നിപ്പോ കോർഡിനേറ്റഡ് എക്സ്ചേഞ്ചസ് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത്. അപ്പോൾ പിന്നെ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോംസും KYC മാൻഡറ്ററി ആക്കിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ടിപ്പോ ഒരു സൈനപ്പ് ചെയ്തിട്ട് എത്ര കോടിക്ക് വേണമെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ അതൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു ലെവൽ ഓഫ് ആ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ വോളിയത്തിൽ ഇതിനുള്ള ഒരു ഇത് വളരെ നെഗറ്റീവ് കാര്യങ്ങൾക്കുള്ളത് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇപ്പൊ ടെററിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ക്യാഷ് തന്നെയല്ല അവർ പ്രിഫർ ചെയ്യുന്നത് നല്ലത്. ബിക്കോസ് ട്രേസ് ഇല്ല, അല്ലേ? സോ I think that's right. It is there. I wouldn't say it is not there, but I think it's very very less right now, especially ഇത്രയും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട്. അല്ല, വേറെ ഒരു ക്രിറ്റിസിസം, അത് ക്രിപ്റ്റോയ്ക്കല്ല ബിറ്റ്കോയിനുള്ളൊരു ക്രിറ്റിസിസം ആണ്. ഇപ്പം സ്റ്റോർ ഓഫ് വാല്യൂ പണ്ട് ഗോൾഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ സ്റ്റോർ ഓഫ് വാല്യൂ ബിറ്റ്കോയിൻ ആണ്. അപ്പം JP മോർഗൻ പറയുന്നത് കറൻസി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല, ആകെ ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിരുന്നിരുന്നൊരു സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഗോൾഡ് മാത്രമാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ബിറ്റ്കോയിൻ ആണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത്. അപ്പോഴും ഈ ഗോൾഡ് നമ്മൾ മൈൻ ചെയ്യുന്നതിൻ്റെ എനർജി പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൈനിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു ഇടയ്ക്ക്. പക്ഷെ എന്താണ് അപ്പോൾ അതൊരു എനർജി കൺസേൺ ഉണ്ടല്ലോ, ഒരു എനർജിയെ ആണല്ലോ കൺവേർട്ട് ചെയ്തൊരു ഫിനാൻസ് ടോക്കൺ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആ ഒരു കൺസേൺ എങ്ങനെയാണ് അത്? ഇപ്പോൾ മൈനിങ് ബേസിക്കലി ഒരു പുതിയ ബിറ്റ് കോയിൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗോൾഡ് നമ്മളൊരു എൻറ്റയർ ഒരു
ഇൻഫ്ര ഉണ്ടാക്കി ഡിഗ് ചെയ്ത് ആയിട്ടാണല്ലോ പുതിയ ഗോൾഡ് കിട്ടുന്നത്. ഒരു സെയിം രീതിയിൽ തന്നെ ഈ പക്ഷെ അത്രയും ഫിസിക്കലി അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഇൻഫ്ര ലെവലിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം നമ്മൾ മെഷീനും കാര്യങ്ങളും വെച്ചിട്ട് യു ആർ സോൾവിങ് പസിൽസ് ബേസിക്കലി, ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ, കമ്പ്യൂട്ടിംഗ് പവർ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ഫൈനലി ഈ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ കിട്ടുന്ന റിവാർഡ് ആണ് പുതിയ ബിറ്റ് കോയിൻ ആയിട്ട് വരുന്നത്. സോ അതിനാണ് നമ്മൾ മൈനിങ്, ഐ തിങ്ക് ആ ഒരു ഗോൾഡ് മൈനിങ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണെന്നുകൊണ്ട് ഐ തിങ്ക് ആ ഒരു ടേം തന്നെ വന്നത്. ബിക്കോസ് ഇഫ് യു സീ എത്തീരിയത്തിന് ഇറ്റ്സ് എ ഡിഫറെന്റ് സെറ്റപ്പ് റൈറ്റ് നൗ. ഇപ്പോ മെഷീൻ വെച്ചിട്ടുള്ള മൈനിങ് നിന്നും ഇപ്പോ ഇത്തിരി കൂടി ഗ്രീൻ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഓൺ ചെയിൻ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ സിസ്റ്റമാണ് നടക്കുന്നത്. So I think അപ്പോൾ പണ്ട് എത്തീരിയത്തിൽ മൈനിങ് ഉണ്ടായിരുന്നോ? പണ്ട് എത്തീരിയം ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, ബട്ട് കഴിഞ്ഞൊരു 1.5 years ആയിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആ ഒരു ഇത് തന്നെ ലൈക്ക് നൗ മോർ പീപ്പിൾ ആർ മൂവിങ് ടുവേർഡ്സ് ആ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു എൻവയോൺമെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മേ ബി ഐ ഫീൽ ദാറ്റ് ബിറ്റ് കോയിൻ ഈ ഒരു ടെക്നോളജി വിട്ട് ബിറ്റ് കോയിൻ മൈറ്റ് ബി ദ ലാസ്റ്റ് ക്രിപ്റ്റോ in case if it happens. ഇപ്പോൾ നാളെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബിറ്റ് കോയിൻ മൈറ്റ് ബി ദ ലാസ്റ്റ് ക്രിപ്റ്റോ ടു മൂവ് ഫ്രം ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ബേസ്ഡ് പ്രൂഫ് ഓഫ് വർക്ക് ബേസ്ഡ് സിസ്റ്റം ടു പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ബേസ്ഡ് സിസ്റ്റം. ഇത്രയൊക്കെ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാലും വാട്ട് വി നീഡ് ടു റിയലൈസ് ഇസ് ദാറ്റ് ഇതൊരു ഗ്ലോബൽ പേയ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് ആണിത്. So you need energy to maintain the security of the network. ഇപ്പോൾ നമുക്കത് ഇത്രയും എനർജി ഇല്ലാതെ ചെയ്യാം, പക്ഷേ ഞാൻ ഒരു ട്രാൻസാക്ഷൻ തരുമ്പോൾ അതിനൊരു എനിക്കൊരു സെക്യൂരിറ്റി ആണല്ലോ. ആൻഡ് ഐ എം ട്രസ്റ്റിംഗ് ദ നെറ്റ്വർക്ക്, ആൻഡ് ആ ഒരു ട്രസ്റ്റ് ഇസ് കമ്മിങ് ഫ്രം ദിസ് ലെവൽ ഓഫ് എനർജി ദാറ്റ് ഇസ് ഗോയിങ് ഇൻ ടു ദ നെറ്റ്വർക്ക്. ആൻഡ് ഇതൊക്കെ പറയുമ്പോഴും വാട്ട് വി നീഡ് ടു റിയലൈസ് ഇസ് ദാറ്റ് ഗ്ലോബലി ബാങ്കുകളും റിസർവ് ബാങ്കുകളും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് എനർജി ഇഫ് യു പുട്ട് എവറിത്തിങ് ടുഗെദർ ഇറ്റ് ഈസ് വെരി വെരി ഹൈ ദാൻ ജസ്റ്റ് ബിറ്റ് കോയിൻ റൈറ്റ്. അത് നമ്മളത് ചിന്തിക്കാത്തതുകൊണ്ടാണ്. സോ ബേസിക്കലി വി ആർ സീയിങ് ബിറ്റ് കോയിൻ ആസ് ജസ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്, ബട്ട് ബിറ്റ് കോയിൻ ഇസ് എ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യത്തുള്ള ആൾക്കാർക്കും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ്. സോ ഐഡിയലി അതിനെ കമ്പയർ ചെയ്യേണ്ടത് ഒരു RBIയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു SBIയോ വെച്ചിട്ടല്ല. യു പുട്ട് ടുഗെദർ എവറി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആൻഡ് ദാറ്റ് കൺസെപ്ഷൻ ഇസ് വേ ഹൈ റൈറ്റ്. സോ ഓഫ് കോഴ്സ് കൺസേൺഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് മോർ ദാൻ 50% ഇപ്പോൾ റിന്യൂവബിൾ എനർജി വെച്ചിട്ടാണ് മൈൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് സോർട്ട് ഓഫ് കാർബൺ ന്യൂട്രൽ ബിക്കോസ് ആൻഡ് ഐ തിങ്ക് ഓവർ ടൈം അത് ആ ഒരു പെർസെൻറ്റേജ് കൂടുള്ളൂ ബിക്കോസ് മോർ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ ഗ്രീനർ വേസ് ഓഫ് ജനറേറ്റിംഗ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ആസ് വി സ്പീക്ക്. ഫോർ എക്സാമ്പിൾ ടെസ്ല ഒരു പോയിന്റിൽ ബിറ്റ് കോയിൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നു ടെസ്ല കാറിന് വേണ്ടി. They stopped it because Bitcoin our energy consumption was against their idea of electric cars, right? സോ അന്ന് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിറ്റ് കോയിൻ ഇന്ന് 51% കൂടുതലോ 50% കൂടുതലോ റിന്യൂവബിൾ എനർജി വെച്ചിട്ട് മൈൻ ചെയ്യുന്ന സ്റ്റേജിലേക്ക് വരുമോ ദെൻ ദേ വിൽ റീകൺസിഡർ accepting Bitcoin. And I think right now we are there. It's more than 50% is done using renewable energy. So and that will only get better with time, right? So yeah, concern illa nu njan parayunilla, but I think we need to have this perspective adinapathi chindikkumbol it's security comes at a cost, right? We can't compromise on that. So yeah. അപ്പോൾ അല്ല, ഇതിനിടയ്ക്ക് സാക്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ, ക്രിപ്റ്റോ ഗോൾഡ് ഇതിൻ്റെ മിക്സ് ആയിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത്. അത് അവൈലബിൾ ആണോ ഇപ്പോൾ ബിറ്റ്സേവിൽ? അതെന്താണ് ആ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പറയാമോ? അതെ അവൈലബിൾ ആണ്. സോ നമ്മുടെ എൻ്റെ ഒരു തോട്ട് പ്രോസസ് വാസ് ദാറ്റ് ക്രിപ്റ്റോ ഇസ് എക്സ്ട്രീംലി റിസ്കി അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 12 അല്ലെങ്കിൽ ബിറ്റ് കോയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 70% ഡ്രോപ്പ് 7 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് പല സമയങ്ങളായിട്ട്. സോ ഒരു സാധാരണ ഒരാൾ 1 ലക്ഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ അത് 30,000 കാണാൻ എല്ലാവരും കംഫർട്ടബിൾ ആണെന്നില്ല അല്ലെ. ഈ 30,000 ആയിട്ട് അത് തിരിച്ച്
2 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ ആവും. പക്ഷെ ആ ഒരു ഡ്രോപ്പ് എല്ലാവരും അത് കംഫർട്ടബിൾ ആണെന്നില്ല, അത്രയും വലിയൊരു റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളത് എങ്ങനെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് വി വർ ലൈക്ക് ഓക്കെ ലെറ്റ്സ് അവർ പോർട്ട്ഫോളിയോയിലേക്ക് ലെറ്റ്സ് ആഡ് സം ഗോൾഡ്. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കും ഞങ്ങൾക്ക് എന്തിനാണ് ബിറ്റ്സേവിൽ വരുന്ന ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, വേറെ സ്ഥലത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്ത്. ബട്ട് ദ ഐഡിയ വാസ് നെവർ ടു ഗിവ് യു എ ഓപ്ഷൻ ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ തരാമെന്നുള്ളതായിരുന്നില്ല. നമ്മുടെ ഐഡിയ വാസ് ദാറ്റ് ഗോൾഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്രിപ്റ്റോയിലുള്ള റിസ്ക് കുറയും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇതിന്റെ ഒരു റീബാലൻസിങ് ഒരു പരിപാടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ മേലോട്ട് പോകുമ്പോൾ ക്രിപ്റ്റോയിലെ പ്രോഫിറ്റ് പതുക്കെ ബുക്ക് ചെയ്തിട്ട് ഗോൾഡിലേക്ക് സ്റ്റോർ ആവും. ക്രിപ്റ്റോ താഴോട്ട് പോകുമ്പോൾ പതുക്കെ ആ സ്റ്റോർ ആയിട്ടുള്ള പ്രോഫിറ്റ് പതുക്കെ ക്രിപ്റ്റോയ്ക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൂടി നടക്കും. എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് പെർഫോം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരുപാട് പേര് ചിന്തിക്കാത്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1 lakhൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 50% ഡ്രോപ്പ് വന്നു വിചാരിക്കും. അപ്പൊ അത് 50,000 ആയി അല്ലേ. 50,000 ഒരു ഇരട്ടിയായാൽ മതി തിരിച്ച് 1 lakhലേക്ക് എത്താൻ വേണ്ടി. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ 50% ഒരു 70% ഡ്രോപ്പ് വന്നിട്ട് 30,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ 2 ഇരട്ടി കൂടുതൽ ആയാലേ തിരിച്ച് 1 lakh മാത്രമേ. അപ്പൊ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇത് അധികം പേര് ചിന്തിക്കാത്തൊരു കാര്യമാണത്. ബട്ട് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഓവറോൾ ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ ഫ്രെയിമിംഗിൽ. സോ ദാറ്റ് വാസ് ദ ഹോൾ പോയിന്റ്. ഇപ്പൊ പുതിയൊരാൾ വന്നിട്ട് റിസ്ക് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ വി സജസ്റ്റ് ദിസ് ഫണ്ട് ഇൻസ്റ്റെഡ് ഓഫ് 100% ക്രിപ്റ്റോ ഫണ്ട്. സോ ആൻഡ് ദെൻ ദിസ് ഹോൾ റീബാലൻസിങ് അത് വല്ലാതെ നമ്മൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഹെൽപ്പ് ചെയ്യും. സോ യാ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ നാളെ 5 ഇൻഡെക്സ് ഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഐഡിയ വാസ് ദാറ്റ് നമ്മൾ വിൽ കീപ് ദ നമ്പർ വെരി സ്മോൾ ആൻഡ് അത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും ദാറ്റ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ്. ഓക്കെ, അപ്പൊ ഇനിയും പുതിയ പ്രോഡക്ട്സ് ഒക്കെ പ്ലാനിലുണ്ടോ? അതെ നമ്മള് റിസർച്ചും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആണല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളിൽ കൂടുതൽ ആളുകൾ ഇൻഡെക്സ് ഫണ്ടിലാണോ അതോ ഈ ഗോൾഡിലാണോ? ഇൻഡെക്സിലാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 90% മേ ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ഇൻഡെക്സ് ആണല്ലോ. ഇൻഡെക്സ് ആണ്. ഗോൾഡ് ജസ്റ്റ് ഒരു 2-3 മാസമായിട്ടുള്ളൂ. സോ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഐ തിങ്ക് ഒരു ഗ്രോത്തും ക്രിപ്റ്റോ വാസ് ഓൾസോ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ക്രിപ്റ്റോ വാസ് ഗ്രോയിങ് വെരി ഫാസ്റ്റ്, റൈറ്റ്? സോ ഇൻഡെക്സിന്റെ ഗ്രോത്ത് വാസ് ഹയർ ദാൻ ദി അതർ പ്രോഡക്റ്റ്. സോ ഓവറോൾ ഐ തിങ്ക് ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഹാവ് കോൺട്രിബ്യൂട്ടഡ്. സോ ഓക്കെ, നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ബിറ്റ്സേവ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ അല്ല, ബിറ്റ്സേവിന്റെ അലോക്കേഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പ്രൂഫ് ഓഫ് റിസർവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു ഇൻവെസ്റ്റർ, ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? സോ നിങ്ങൾ ബേസിക്കലി തരുന്ന എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു 1 lakh rupees അല്ലെങ്കിൽ $1,000 ഫോർ ദാറ്റ് മാറ്റർ, $1,000 ബിറ്റ്സേവിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻ എക്സ്ചേഞ്ച് അഫിക്ക് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ഇമ്മീഡിയറ്റ്ലി അല്ല, ബിക്കോസ് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പോയിന്റിലാണ് നമ്മൾ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ 1 lakhനുള്ള ആ ഒരു അന്നത്തെ വാല്യൂ അനുസരിച്ചിട്ടുള്ള ഒരു ഫണ്ടിന്റെ യൂണിറ്റ്സ് കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് യു വിൽ സീ ഇൻ യുവർ അക്കൗണ്ട് ബേസിക്കലി. സോ അതിന് തന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ $1,000 എടുത്തിട്ട് ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളോട് ബ്ലൂംബർഗ് തന്നിട്ടുള്ള നമ്മളുടെ കോമ്പണൻസ് ഉണ്ടല്ലോ, ഇത്ര ശതമാനം ബിറ്റ്കോയിൻ, ഇത്ര ശതമാനം എത്തീരിയം, ഇത്ര ശതമാനം സൊളാന. അപ്പോൾ ഈ $1,000 ആ ഒരു അലക്കേഷൻ നമ്മൾ നടത്തും അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട്. ഇത് നടക്കുന്നത് എക്സ്ചേഞ്ചസിലാണ്, ലൈക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു OTC പാർട്ട്ണർ വഴിയായിരിക്കും നടക്കുന്നത്. സോ അത് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ല, ബിക്കോസ് നമ്മളുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിലാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ബട്ട് നമ്മളിത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഇത് കോൾഡ് വാളറ്റിലേക്ക് മൂവ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് യു ക്യാൻ വെരിഫൈ. ഇപ്പോൾ ബിറ്റ്സേവ് ആപ്പിൽ പോയിട്ട് നമ്മുടെ ഹോം ലൈക്ക് ഡാഷ് മെയിൻ പേജിൽ തന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് റിസർവ്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്.
സോ അതിൽ ഇപ്പോൾ നമ്മൾക്ക് ബിറ്റ് കോയിൻ ആണ് കാണുന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ അഡ്രസ്സ് അതിലുണ്ട്. സോ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ബ്ലോക്ക് ചെയിൻ ആൻഡ് സീ ദാറ്റ് നമ്മൾ ഇത്ര വാങ്ങിച്ചു, നമ്മളത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. So that is something that you ആർക്കും കയറി ചെക്ക് ചെയ്യാം അല്ലേ? അതെ അത് and you can always verify നമ്മളത് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഓൾവേസ് അത് അവിടെ സേഫ് ആയിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് you can verify. ഓക്കെ 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 അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേട്ടു, ക്രിപ്റ്റോയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ആക്റ്റീവായിട്ട് എത്ര ആളുകൾ നമ്മുടെ ബിറ്റ്സേവിൽ ഇൻവെസ്റ്റഡ് ആണെന്നുള്ളൊരു കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഐ തിങ്ക് ഒരു 300-ൽ കൂടുതൽ പേയിങ് ക്ലയൻസ് ആണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. സൈനപ്സ് ഇസ് ഓവർ 1000, ഇപ്പോൾ ഡൗൺലോഡ്സും സൈനപ്സ് ഇസ് മോർ ദാൻ 1000. ആൻഡ് ഐ തിങ്ക് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഒരു മാസത്തിൽ ആപ്പ് എത്ര പേര് ഓപ്പൺ ചെയ്തെന്ന് നമുക്കൊരു ഡേറ്റ ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെക്കാൾ ഡബിൾ ആണ്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആർ ജസ്റ്റ് സ്റ്റിൽ വാച്ചിങ് ലൈക്ക് ഓൾസോ സീ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം അൾട്ടിമേറ്റ്ലി അവരാണ് എടുക്കേണ്ടത് അല്ലേ. ഇപ്പൊ നമ്മളൊരു ടീഷർട്ട് വിൽക്കുന്ന പോലെ നമ്മൾ സെല് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ. ലൈക്ക് സോ നമ്മൾ ഒരിക്കലും പുഷ് ചെയ്യാറില്ല. സോ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി വരേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. മോസ്റ്റ് ഓഫ് ദിസ് നമ്മളങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും സ്പെൻഡ് ചെയ്യാതെ വന്നിട്ടുള്ള ഇതുകളാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ മനോരമയുടെ സമ്പാദ്യത്തിൽ വി ഗോട്ട് ഫീച്ചേർഡ് ആസ് എ ക്രിപ്റ്റോ. സോ അങ്ങനെ കുറച്ച് വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വി റിയലി ഗോട്ട് സം വെരി ഗുഡ് ക്ലയൻസ്. അപ്പോൾ കറന്റ്ലി ഇറ്റ് ഈസ് അറൌണ്ട് 300+ പേയിങ് ക്ലയൻസ് ഉണ്ട്. ആൻഡ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടുഡേ വി ക്രോസ്ഡ് $100,000. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ആ ഒരു ജേർണി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു വലിയ മിസ്റ്റേക്ക് ആയി എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് റീഡു ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ബിറ്റ്സേവിന്റെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ എടുത്തു പറയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. പക്ഷെ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളത്തെ ഒരു ലേണിംഗ് അല്ലെങ്കിൽ മിസ്റ്റേക്സിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. ബിക്കോസ് നമുക്ക് ബിഗസ്റ്റ് ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത് പല സമയങ്ങളിലും നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള കുറച്ച് നറേറ്റീവ്സിനെ ചേസ് ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് മാത്രം എക്സ്പ്ലോർ ചെയ്യാം, നാളെ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ലാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസിനെ ചേസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഒരു 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് ദർ ഇസ് എ റീസൺ വൈ ഹി ഗെറ്റ്സ് പെയ്ഡ് മോർ ദാൻ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ, റൈറ്റ്? ബിക്കോസ് നമ്മൾ ഒരു കാര്യം തന്നെ 30 വർഷം ചെയ്യുമ്പോൾ യു ഗെറ്റ് വെരി ഗുഡ് അറ്റ് ഇറ്റ്, റൈറ്റ്? ഓർ യു ഗെറ്റ് എക്സലന്റ് അറ്റ് ഇറ്റ്. സോ ഐ തിങ്ക് ആ ഒരു രീതിയിൽ മേ ബി വി ഹാവ് മെയ്ഡ് സം മിസ്റ്റേക്സ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിറ്റ്സേവ് ഡിസൈൻ ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം 30 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദി ആൻസർ വാസ് യെസ്, റൈറ്റ്? അത് എത്ര സ്കെയിൽ ആണെന്നുണ്ടെങ്കിലും എത്ര ക്ലൈൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ്. സോ ഐ തിങ്ക് തിങ്കിങ് ഷോർട്ട് ടേം പണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്. ആൻഡ് ആ ഒരു കുറെ ലേണിംഗ്സ് ഉള്ളതുകൊണ്ട് ഇൻ 1 year വി വർ ഏബിൾ ടു മൂവ് വെരി ക്വിക്ലി ബിറ്റ്സേവിന്റെ കാര്യത്തിൽ. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ വി ഓൾറെഡി ന്യൂ ഫ്രം അവർ പാസ്റ്റ് മിസ്റ്റേക്സ്, റൈറ്റ്? ഇപ്പോൾ റെഗുലേറ്ററി ഇതാണെന്നുണ്ടെങ്കിലും ഇതെങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ആരായിട്ട് പാർട്ട്ണർ ചെയ്യണം, വി ഹാഡ് ലോട്ട് ഓഫ്, ഇപ്പൊ പണ്ട് കുറെ ട്രയൽ ആൻഡ് എറർ നടന്നിട്ടുള്ളത് കൊണ്ട് വി ഹാഡ് മോർ ഐഡിയ. സോ ബിറ്റ്സേവിന്റെ കാര്യത്തിലായി ഫോർച്ചുനേറ്റ്ലി ഇതുവരെ അങ്ങനെ ഒരു ഫീലിംഗ് പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഈ ലോങ് ടേമിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം, എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ ആ ഒരു വിഷൻ, ആ ഒരു 10 years അല്ലെങ്കിൽ 20 years എന്താണെങ്കിലും ആ ഒരു ലോങ് ടേം വിഷൻ എന്താണ്? അതെ, ഐ തിങ്ക് എനിക്ക് നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ ഏഷ്യ അല്ലെങ്കിൽ ഏഷ്യ പസഫിക്, ഓസ്ട്രേലിയ, ഈ ഒരു പാർട്ട് ഓഫ് ദ വേൾഡ് ആയിരിക്കും. ഇവിടുത്തെ ഏറ്റവും ട്രസ്റ്റഡ് ക്രിപ്റ്റോ ബ്രാൻഡ്, ദാറ്റ് ഈസ് വാട്ട് വി വോണ്ട് ടു ബിൽഡ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ്. ആൻഡ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യും, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഇല്ല ക്രിപ്റ്റോയിൽ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി വോണ്ട് ടു ഡു. പിന്നെ ഇപ്പോൾ സാധാരണ ഒരു ആളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കാശുള്ള ഒരു HNI ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിലും അവർക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ Bitsave should be the first choice. They will of course be multiple choices, but Bitsave should be their first choice. അതുകൂടാതെ നമ്മൾ എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ ഐ തിങ്ക് ഒരുപാട് റിയൽ വേൾഡ് അസറ്റ്സ് ഒരു ബ്ലോക്ക് ചെയിൻ റെപ്രസെന്റേഷൻ
വൈകാതെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലാൻഡ് രജിസ്ട്രി, അതേപോലെ തന്നെ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ട് ഐ ക്യാൻ സെൽ ഇറ്റ് ടു എനി വൺ ഇൻ ദ വേൾഡ്, റൈറ്റ്? അത് ടോക്കനൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ I can so I think we are also looking at that very positively. So ഒരു tokenized real world assets in the one of the best marketplace item we want to see that is also that something that we are looking at on Bitsave. ഓക്കെ അപ്പോൾ ക്രിപ്റ്റോയെ പറ്റി വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത ആൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാലും നമ്മളിനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ സാക്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ചാനൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പേഴ്സൺ ആരെങ്കിലും ഉണ്ടോ? സിംഗിൾ പേഴ്സൺ ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ലൈക്ക് ഈ ഒരു പോയിന്റിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് എ ബിറ്റ് ട്രിക്കി. ബിക്കോസ് പല ഇൻഫ്ലുവൻസേഴ്സും ഫോർ എക്സാമ്പിൾ അറിയാതെ തന്നെ പല കമ്പനീസിനെയും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ റൈറ്റ്. സോ ഐ തിങ്ക് മേ ബി ഫോളോ അസ്. ഇപ്പൊ നമ്മള് എല്ലാ സോഷ്യൽ മീഡിയസിലും ഇപ്പോൾ സഖിൽ സുരേഷ്, ദാറ്റ്സ് മൈ ഹാൻഡിൽ എവ്രിവെയർ. മൈ co-founder ആസിഫ് പട്ടകർ, ദാറ്റ്സ് ഹിസ് ഹാൻഡിൽ എവ്രിവെയർ. ബിറ്റ്സേവ് ക്ലബ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ഒരു ചാനലോ എന്തോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു വെരി ഗുഡ്. ഓക്കെ, അപ്പം ഓസം. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആവട്ടെ. അവരൊക്കെ മുമ്പോട്ട് വരട്ടെ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോയിലൊക്കെ വരട്ടെ. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു, Zakhil. Great speaking. Cool. Thanks for having me. Most importantly, thank you so much for that. All right. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രിപ്റ്റോയെ പറ്റിയും ഫിനാൻസിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു കോൺവെർസേഷനിൽ കൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.